ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരിക്കൽ കൂടി ഈ ദിവസം തന്നെ ഭഗവാന്റെ കഥകൾ പറയാൻ അവസരം ലഭിച്ചു. അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അഷ്ടമസ്കന്ധമാണ് ഇപ്പം നമ്മൾ ഇവിടെ സമർപ്പിച്ചത്. മന്വന്തരേഷു സദ്ധർമ്മ. ഓരോ സ്കന്ധം കാണുമ്പോഴും നമ്മളതിൻ്റെ ലക്ഷണം മറന്നു പോവാതിരിക്കണം എന്നാണ്. പലതരത്തിൽ ഈ ഒരു സ്കന്ധത്തെ നോക്കി കാണാറുണ്ട്, പല വ്യാഖ്യാനങ്ങളും കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഭഗവാൻ ഓരോരോ മന്വന്തരങ്ങളിൽ ധർമ്മത്തെ ഉറപ്പിച്ചത്? ഗജേന്ദ്രമോക്ഷം കഥയിലൂടെ എന്ത് സാഹചര്യമാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഭഗവാനെ നമ്മൾ മറക്കരുതേ എന്നാണ്. അത് ഓർമ്മിപ്പിക്കാനുണ്ടായതത്രേ. ഗജേന്ദ്രനൊന്ന് മറന്നു എന്ന് സംശയം. അപ്പോഴാണ് മുതല കടിച്ചത്. നമ്മളെയും കടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയും മറന്നു, അതാണ്. പിന്നെ തുടങ്ങി ഇരുന്നങ്ങനെ എത്ര നാമ ജപിക്കേണ്ടതെന്ന് ഇഷ്ടമില്ല, എവിടേക്കാണ് വഴിപാട് കഴിക്കേണ്ടതെന്ന് അറിയില്ല. കുറച്ച് മനസ്സിന് ആശ്വാസം കിട്ടും. ഒന്ന് പൊന്തി വരുമ്പോൾ വീണ്ടും വേറെ മുതല കടിക്കുകയും. അപ്പം ഭഗവാനെ ഭജിക്കൽ തന്നെയാണ് പ്രധാനമായിട്ടുള്ള ധർമ്മം. അടുത്ത കഥ പാലാഴി മഥനമാണ്. അതിലും ഭഗവാനെ ആശ്രയിക്കുക. അത് ജയമാവട്ടെ പരാജയമാവട്ടെ അതൊന്നും ചിന്തിക്കേണ്ട. മഹാബലിയുടെ ചരിത്രം തന്നെയാണ് കാണിക്കുന്നത്. ലോകതത്വവിചക്ഷണ എന്നാണ്. പരാജിതോപി നാഖിദ്യത്. ബലിയെപ്പറ്റി പറയാണ്. ബലി പരാജയപ്പെട്ടു. ആളുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി, തോറ്റുപോയില്ലേന്ന്. ബലി പറഞ്ഞു, അതിനെന്താ, തോറ്റാലെന്താ, ഭഗവാന്റെ സങ്കല്പം. ജയിച്ചാലോ ഭഗവാന്റെ സങ്കല്പം. നമ്മളങ്ങനെയല്ല. തോറ്റാ തോറ്റുപോയി, ജയിച്ചാലോ എൻ്റെ കേമത്തം. അവിടെ കുഴപ്പം. ഇവിടെ ബലിയെ സംബന്ധിച്ച് നാഖിദ്യത് ഒട്ടും വിഷമല്ല. കാരണം ചെയ്യണ കർമ്മമൊക്കെ ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യണതെങ്കിൽ അത് പരാജയപ്പെട്ടു എന്ന് ലോകർ പറഞ്ഞാൽ അവനവനെന്ത് തോന്നില്ല. പരാജിത ശ്രീര അസുഭിശ്ചഹാപിത. ബലിയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. പരാജിത ശ്രീ എവിടെയും കണ്ടിട്ടുണ്ടോ? വിജയശ്രീ ലാളിതനായിട്ടെന്ന് പറയാറുണ്ട്. പരാജിത ശ്രീ ലാളിതനായി എന്ന് എവിടെ പറയും? പരാജിത ശ്രീഹി. പരാജയപ്പെട്ടെങ്കിലും തല താഴുന്നില്ല. കാരണം ഭഗവാനില്ലേ ഒപ്പം. ഈ ഒരു സങ്കല്പമാണ്, ആ ചിന്തയാണ്. അതിൽ ഭഗവാൻ ധർമ്മത്തെ എങ്ങനെ പാലിച്ചു? പറഞ്ഞ വാക്ക് അത് പാലിക്കുക എന്നുള്ളത് ധർമ്മമാണ്. അത് ബലി ചെയ്തില്ലേ? ചെയ്തു. അതിൽ ഭഗവാന്റെ പങ്ക്, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ പറ്റില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. ബലിക്കുണ്ടായ തിരിച്ചറിവ് എന്താണെന്ന് ഇഷ്ടമുണ്ടോ? ഇത്രയും കാലം ബലി വിചാരിച്ചു താൻ പറയണത് സത്യമാക്കേണ്ടത് താനാന്ന് വിചാരിച്ചു. നമ്മളൊക്കെ പോലെ തന്നെ. കഥ പറയണത് ആരാ? ഞാനാ. എനിക്ക് നാവുള്ളതുകൊണ്ട് ഞാൻ പറയാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചില സമയം തിരിച്ചറിയും, അല്ല, അതല്ല, നാവുണ്ടായാലും പറയാൻ പറ്റിക്കോളുന്നില്ല. ബലി ഇത്രയും കാലം വിചാരിച്ചു താൻ സത്യം, തൻ്റെ സത്യം അത് നേരാവണ്ണം ആക്കണത് താൻ തന്നെയെന്ന് വിചാരിച്ചു. ഭഗവാൻ വന്നു, 3 അടി ചോദിച്ചു. 3 അടി കൊടുക്കാൻ ഞെരുങ്ങുകയാണ് ആര്? ബലിക്ക് പറ്റണില്ല. 3 അടി, ഇത്രയേ ഉള്ളൂ. 3 അടി ചോദിച്ചു, തരാൻ പറ്റണില്ല. ഭഗവാൻ അങ്ങോട്ട് വലുതായി. 2 അടി കൊണ്ട് ലോകം മുഴുവൻ അളന്നു. പിന്നെ ബലിക്ക് വേണ്ടി ചെറുതായി. അങ്ങനെ വലുതായും കൊണ്ട് തന്നെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ബലിക്ക് 3ാമത്തെ അടി കൊടുക്കാൻ പറ്റുമോ? ആ വലിയ കാല് തലയിൽ വയ്ക്കാൻ പറ്റുമോ? ബലിക്ക് വേണ്ടി ചെറുതായി. എന്നിട്ട് ചോദിച്ചു 3ാമത്തെ അടി. ബലിക്ക് മനസ്സിലായി കാര്യം. ബലി ഭഗവാനോട് പറയാണ്, മനസ്സിലായി, ഇതിനായിരുന്നില്ലേ അങ്ങ് വന്നത്. ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് എനിക്ക് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ കേമത്തം കൊണ്ടാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ്. തിരിച്ചറിഞ്ഞു. ഇനി അങ്ങ് വലുതാവണില്ലെങ്കിൽ, വലുതാവില്ലെങ്കിൽ, അതങ്ങയുടെ ഇഷ്ടമാണ്, വലുതാവണോ ചെറുതാവണോ എന്നുള്ളത്. അങ്ങനെ വലുതാവില്ലെങ്കിൽ ആ കാലം ചെയ്യാം. പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം. എൻ്റെ ഈ ശിരസിൽ അങ്ങോട്ട് വയ്ക്കാം. ആ കുഞ്ഞിക്കാലിന് ഇത് പാകാം. വെച്ചിട്ടൊന്നുമില്ല. ഭഗവാൻ അത് പറയിപ്പിക്കണം ബലിയെ കൊണ്ട്. അത്രയേ വേണ്ടൂ. ഇങ്ങനെ നമ്മളെ കൊണ്ട് പലതും പറയിപ്പിക്കാൻ പലതും ജീവിതത്തിൽ തരുന്നുണ്ട്. ഭക്തന്മാർ തിരിച്ചറിയും, അല്ലാത്തവരോ അനുഭവിച്ചാലും പഠിക്കില്ല. അത്രയേ ഉള്ളൂ. അത്രയേ വ്യത്യാസമുള്ളൂ. സപ്താഹമൊക്കെ കേൾക്കുന്നവർക്ക് കുറേശ്ശൊക്കെ ജീവിതം നോക്കി നോക്കി ഇങ്ങനെ പഠിക്കാൻ പറ്റും. ഒരു പാഠപുസ്തകമാണ് അനുഭവങ്ങളൊക്കെ. ചിലരെത്രയായാലും പഠിക്കില്ല. പറഞ്ഞ വാക്ക് പാലിക്കുക, അതാണ്. അത് ധർമ്മമാണ്, അത് വേണം.
ഭഗവാനും പറഞ്ഞ വാക്ക് പാലിച്ചു ഇല്ലേ? പ്രഹ്ലാദനെ അനുഗ്രഹിച്ചും കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വംശത്തിൽ ആരഹങ്കരിച്ചാലും വന്ന് ഞാൻ രക്ഷിച്ചോളാം, അവരെ അഹങ്കരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബലിക്ക് ലേശ്വര അഹങ്കാരം ഉണ്ടായി, സാത്വിക അഹങ്കാര, ഞാൻ വലിയ ദാനശീലനാണ്. ചിലപ്പോൾ നമുക്കും ഉണ്ടാവും, അതും അഹങ്കാരം തന്നെയാണ്. എന്ത്? ഞാൻ സപ്താഹം കേൾക്കുന്ന ആളാണ്, കണ്ടില്ലേ എത്ര കസേര ഒഴിഞ്ഞു കിടക്കണു, അവർക്കൊന്നും വരാൻ തോന്നിയില്ലല്ലോ, ഇല്ലേ? ഇല്ല, എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ കാര്യം പറയാനാണ്. അപ്പം അത് നല്ല കാര്യം തന്നെയാണ് ആ ചിന്ത, പക്ഷേ സാത്വികമാണ്. അത് അഹങ്കാരം തന്നെയാണ്. അതുകൊണ്ടും പ്രശ്നമാണ്, അതുകൊണ്ടും കിട്ടില്ല. ബലിക്കതാ പ്രശ്നം. തനിക്ക് ദാനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വാക്ക് പാലിക്കുന്നവനാ ഞാൻ വലിയ ദാനശീലനാ, എൻ്റെ അത്ര കൊടുക്കാനുള്ള മനസ്സിൽ നാട്ടിൽ വേറെ ആർക്കും ഇല്ലല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അതങ്ങോട്ട് പോയി കിട്ടി. ബലിയെപ്പോൾ എന്ത് ചെയ്തു? സത്യാന്ന ചലിതോ മഹാൻ, അത് വരും ബലിന്നേ പേരുള്ളൂ. ഈ കഥയ്ക്ക് ശേഷം പിന്നെ മഹാബലി. എന്തേ കാരണം? പറഞ്ഞ വാക്ക് അദ്ദേഹം പാലിച്ചു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് കൂട്ടണം, അതെപ്പോഴും വെക്കണം. നമ്മളെ കുഴപ്പം ഉള്ളത് തന്നെയാണ് പറയണത്, പക്ഷെ ഇത് വെക്കുന്നില്ല. എന്ത് പറയുമ്പോഴും അതാണ് ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട്, സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടൊക്കെ അങ്ങനെ അത് ഇനി ഉള്ളില്ലെങ്കിലും സാരമില്ല, പുറമേക്ക് എന്ത് ചെയ്യണം? കുറച്ച് പറയുമ്പോൾ അങ്ങോട്ട് വന്നോളും. ഇത് മുഖ്യമാണ്. അതിനാണിപ്പം ഈ ഒരു കഥ. ഭഗവാൻ പറഞ്ഞ വാക്കും ഭഗവാൻ പാലിച്ചു, ഇനിയും പാലിക്കുന്നുണ്ട്. ഇനി ബലിയുടെ മകൻ ബാണാസുരനെ അഹങ്കരിക്കുമ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരമശിവനും വിഷ്ണു ഭഗവാനും ഇവിടെ ഒരു നാടകമുണ്ട് അവിടെ. അങ്ങനെ ബലിയുടെ ഈ ബാണാസുരൻ്റെ 1000 കൈകളിൽ 4 ബാക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ നശിപ്പിച്ച് നേരെയാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു പോവില്ല, ആ പറഞ്ഞതൊക്കെ ആര് പാലിക്കുന്നുണ്ട്? ഭഗവാൻ പാലിക്കുന്നുണ്ട്. ധർമ്മത്തെ രക്ഷിക്കുക, ധർമ്മം പ്രധാനമാണ്. ആയുർവേദക്കാർ പറയും കേവലം ഔഷധ സേവ കൊണ്ട് മാത്രം കാര്യമില്ല, എന്തും വേണം? പഥ്യം വേണം. ചില ചിട്ടകളുണ്ടെങ്കിൽ തന്നെ ഈ കേൾക്കുന്നതൊക്കെ ഫലിക്കുള്ളൂ. ചിലർ പരാതി പറയാറുണ്ട്, കുറേ കേട്ട് എത്ര സപ്താഹ കേൾക്കണു, എല്ലാ സത്രത്തിനും പോകും, എന്നിട്ട് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വീട്ടിലുള്ളവരും പറയണില്ല. അതാണ് ഞാൻ ഒരു ചോദിക്കും ചെയ്യും, എത്രയോ പോകുന്നുണ്ടല്ലോ, എന്നിട്ട് ഒരു മാറ്റം അമ്മയ്ക്കില്ലല്ലോ. അതെന്തേ ചോദിച്ചാൽ ഇപ്പം ഇതാണ് ഉത്തരം. ഇത് കേൾക്കുക മാത്രമേ ഉള്ളൂ, എന്തില്ല? പഥ്യമില്ല. ഈ കേട്ടത് കുറച്ചൊക്കെ ആചരിക്കാനുള്ള ശ്രമം, എല്ലാം പറ്റുന്നല്ല, കുറേയൊക്കെ ശ്രമിക്കുക, ആവണത് ശ്രമിക്കുക, കുറേശ്ശെ നോക്കുക, ലേശെങ്കിലും അങ്ങനെ ശ്രമിക്കാൻ പുറപ്പെടണം എന്ന് കാണിക്കുകയാണ്. അത് സാധിക്കുന്നില്ലെങ്കിലോ, നീ നിത്യം കേൾക്കുന്നില്ലെങ്കിലോ, നിത്യം പഠിക്കുന്നില്ലെങ്കിലുള്ള ആപത്ത്, അതാണ് സ്വാധ്യായത്തിന് തടസ്സം വന്നാലുള്ള കുഴപ്പം കാണിക്കാനാണ് അടുത്ത കഥ. അതാണെന്ത്? അതാണ് മത്സ്യാവതാരം. ഹയഗ്രീവൻ എന്ന അസുരൻ കൊണ്ടുപോയി ബ്രഹ്മാവ് ഉറങ്ങുമ്പം എന്ത്? ശാസ്ത്രം, വേദം. നമ്മളെ വിചാരം ഉറങ്ങുമ്പം വേദം പോവില്ലെന്നാണ്. ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃഭാജ്യം ന ച ഭാരകാരി എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല. അറിവ് ആര് പറഞ്ഞു? വലിയ അറിവുള്ളവർ പോലും വിഡിത്തം കാണിക്കുന്നത് കാണാറില്ലേ? നമ്മളൊക്കെ പറയും ചെയ്യും, എന്തായിരുന്നു അയാളുടെ പ്രസംഗം, ഇത്തരക്കാരനാ മനസ്സിലായില്ല കേട്ടോ. പ്രസംഗിക്കുമ്പോൾ ഒക്കെ നല്ല ആളായിരുന്നു, പിന്നെ ഇയാളുടെ സ്വഭാവം മാറി, അങ്ങനെയൊക്കെ സംഭവിക്കും. നല്ല അറിവുള്ള ആൾക്ക് അബദ്ധം പറ്റാറുണ്ട്. എന്തേ ചോദിച്ചാൽ സ്വാധ്യായം കുറഞ്ഞു, നിത്യം പഠിക്കണമെന്നില്ലേണ്ടേ. ബ്രഹ്മാവിന് പോലും അറിവ് അസുരം കൊണ്ടുപോയിച്ച നമ്മളെ കാര്യം പറയാനുണ്ടോ? ഉറങ്ങിപ്പോവാന്നർത്ഥം. ഇവിടെ ഉറങ്ങിപ്പോവുക പറഞ്ഞാൽ നമ്മൾ ഈ രാത്രി കിടന്നുറങ്ങുന്നതല്ല. വേണ്ട കാര്യം പറയുമ്പോൾ അതിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുക. അതാണ് എന്താണ് അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ നേരെ ഇതാപ്പം അത്ര വലിയ കഥ, കാശുണ്ടാക്കേണ്ട കാര്യം പറയൂ, അത് മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. ആധ്യാത്മികമായിട്ടുള്ള വിഷയം പറയുമ്പം, ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള നന്മ അത് തരുന്ന വിഷയം പറയുമ്പോൾ അതിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുക. ഈ സ്വഭാവം ഉണ്ടെങ്കിൽ വിഷമാണ് ഉണ്ടാവുക. നിത്യം ശാസ്ത്രം പഠിക്കുന്നൊരു വ്യക്തിക്ക് വലിയൊരു അപകടം ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് ദിവസവും ലേശം വായിക്കുന്നുണ്ടല്ലോ. അർത്ഥസഹിതം പഠിക്കുമ്പോഴാണ് സ്വാധ്യായം എന്ന് പറയുക. വേദം അല്ലെങ്കിൽ ഉപനിഷത്ത്, എന്തെങ്കിലും ഒരു ശാസ്ത്രം, ഭാഗവതച്ച ഭാഗവതം, നിത്യം ഓരോ ശ്ലോകം അർത്ഥം നോക്കി മനസ്സിലാക്കി അങ്ങനെ പഠിക്കുന്നവർക്കൊരു ചിട്ട, നമുക്കതിനൊരു ധൈര്യം ഉണ്ടാവേ. എനിക്കങ്ങനെ അപകടം സംഭവിക്കില്ല, ഞാൻ ഭഗവാന്റെ ആളല്ലേ, ഭഗവാൻ നോക്കിക്കോളില്ലേ. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ പ്രശ്നം തന്നെ അതാ. എല്ലാം ഉണ്ടെങ്കിലും അവരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു 10 ചാക്ക് സിമൻറ്റ് തലയിൽ വെച്ചതുപോലെയാണ്. ഒന്ന് സന്തോഷമായിട്ട് ചിരിക്കാൻ വയ്യ. എപ്പോഴും പലരെയും പറ്റി ആലോചിച്ച് പ്രശ്നം എല്ലാം അല്ലേ, എല്ലാം പ്രശ്നക്കാരാണ്. പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ബാങ്ക് ബാലൻസൊക്കെ നല്ലോണം ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡിപ്രസ്ഡ്, സ്ട്രെസ്ഡ്, വെൽ ഡ്രസ്ഡ്. ഉടുപ്പൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തിയിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയ വിഷമാണ്. അത് നീങ്ങാനുള്ള വഴിയാണ് ഈ പറയേണ്ടത് സ്വാധ്യായം. അതുകൊണ്ടാണ് സ്വാധ്യായാന്മാ പ്രമതിതവ്യം. സത്യം വദാ ധർമ്മം ജരാന്നേ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നന്ന്, ധർമ്മം ആചരിച്ചാൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. എന്നാൽ സ്വാധ്യായം കുരു എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയല്ല പറഞ്ഞത്. സ്വാധ്യായാന്മാ, അതാണ്
പ്രമതിതവ്യം, സ്വാധ്യായത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുതേ. കാരണം മറ്റത് രണ്ടും നമ്മൾ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്യാൻ നമുക്ക് നല്ല മടി ഉണ്ടാവുമെന്ന് ആർക്കറിയാം ഇല്ലേ? നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവസരം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടോ? അവസരം ഉണ്ടെങ്കിൽ നമ്മളത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ നേരെ നമുക്ക് നേരത്തെ എണീക്കുക, ലേശം അധ്യായമൊക്കെ വായിക്കുക, ശാസ്ത്രം പഠിക്കുക, അതിലൊക്കെ നമ്മൾ ലേശം ഒന്ന് പിന്നോട്ട് നിൽക്കുന്നുണ്ട്. നിന്നാൽ ബ്രഹ്മാവിന് പറ്റിയതുപോലെ വേദം അസുരം കൊണ്ടുപോയ എന്താ കഥ? അസുരം കൊണ്ടുപോയാൽ വളച്ചൊടിക്കും. നമ്മൾ നേരത്തെ കേട്ട മഹാബലിയുടെ ചരിത്രം ഇപ്പം കേട്ടില്ലേ? നമ്മൾ കേട്ട കഥ എങ്ങനെയാണ്? മാവേലി നാടുവാണിയിടും കാലം. പിന്നെ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പാഠമുണ്ടല്ലോ. അങ്ങനെ മാവേലി ഉണ്ടായി, അയാൾ ഒരു ദിവസം വരട്ടെ ചോദിച്ചു, പറ്റില്ല പറഞ്ഞു. അവസാനം നിർബന്ധിച്ചപ്പോൾ എന്നാൽ പിന്നെ ഒരു ദിവസം വന്നോളൂ എന്ന് പറഞ്ഞു, ചവിട്ടി താഴ്ത്തി. ഈ ഒരു കഥ ആരുണ്ടാക്കി? ഹയഗ്രീവ ഉണ്ടാക്കിയതാണ്. നല്ല കഥ പടണ്ട്. അത് അസുരം കൊണ്ടുപോയി അത് ഉണ്ടാക്കി നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു. ഇപ്പോൾ ആരും വരണില്ല, ചെറുപ്പക്കാരൊന്നും കേൾക്കാൻ വരണില്ലല്ലോ. ഈ കഥ കേട്ടവരാണ് വരാണ്ടിരിക്കുക. മറ്റേ കഥ കേട്ടവരെ പല രക്ഷിതാക്കളെയും പരാതി അതാണ്, പറഞ്ഞാൽ അവർ വന്നിരിക്കില്ല. എന്താ ചെയ്യുക തിരുമേനി? കുറേ പറഞ്ഞു, കുട്ടികളിരിക്കണില്ല. ഈ കഥ കേട്ടോണ്ടാണ്. അതാരുടെ കുറ്റ? ബ്രഹ്മാവിൻ്റെ കുറ്റ. അതാണ് ഭഗവാൻ ഹയഗ്രീവനെ കുത്തിക്കൊന്ന് വേദം കൊണ്ടു കൊടുത്ത് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇനി ഉണർന്നിരുന്ന് പരിപാലിച്ചോളാം, നിങ്ങളെപ്പോലെ കുറച്ച് പേരുള്ളത് നോക്കാൻ, ഇത് ശ്രദ്ധിക്കാൻ. അവരും കൂടി ഇതിൻ്റെ നേരെ കണ്ണടച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇനിയുള്ള ലോകം എങ്ങനെയായിരിക്കും? നല്ല വഴിക്ക് അധികം പേരുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വെള്ളം ചേർക്കാണ്ട് കൊണ്ട് നടക്കുക. വേണ്ടതുപോലെ വ്യക്തമായി മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ, നമ്മുടെ ധർമ്മത്തെ ഇടിച്ചു താഴ്ത്താത്ത രീതിയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രചരിപ്പിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കുക എന്നുള്ളത് ബോധിപ്പിക്കുകയാണ് ആ ഒരു കഥ. അതാണ് സ്വാധ്യായം. അത് നമ്മുടെ ധർമ്മമാണ്. അങ്ങനെ ഭഗവാൻ ധർമ്മത്തെ രക്ഷിച്ചു. ഇങ്ങനെ അഷ്ടമസ്കന്ധത്തെ നമുക്ക് ആ രീതിയിൽ കാണാം. പിന്നീട് നവമസ്കന്ധം ആരംഭിക്കുകയാണ്. നവമസ്കന്ധത്തിൻ്റെ ലക്ഷണം രാജാക്കന്മാരുടെ കഥ വർണ്ണിക്കുകയാണ്. പലതരത്തിലുള്ള ഈശാനുചരിതം അതാണ്. പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഭഗവാനെ ഭജിച്ച് നേരെയായി എന്നുള്ള കഥ. അവസാനം പറഞ്ഞത് നമ്മൾ കേൾക്കണ്ടു, നേരെയായി. ഇവരെ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെക്കാൾ കഷ്ടമാണല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ അവസാനം പറഞ്ഞത് ശ്രദ്ധിക്കുക, അവരൊക്കെ അവസാനം നേരെയായി. നമ്മൾ നേരെയായോ അതും ശ്രദ്ധിക്കുക. അതിനാണ് ഈ ഒരു സ്കന്ധം. വിഷമം വരുമ്പോൾ ഭഗവാനെ ഭജിച്ച് അതിനെ അതിജീവിച്ച ഭക്തന്മാരുടെ കഥ. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവതഃ ഇദം ഭാഗവതം, ഭഗവാന്റേതെന്നൊരർത്ഥമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റേതല്ലാത്തൊന്നുമില്ല. ഭാഗവതമല്ലാത്തൊന്ന് കാണിച്ചൊരു ഒന്നുമില്ല. പക്ഷേ വിശിഷ്യ ഈ ഒരു പുസ്തകത്തെ ഭാഗവതം എന്ന് പറയും. എന്താ കാരണം വെച്ചാൽ ഭഗവാന്റെ കഥയാണല്ലോ പറയണത്. അത് മാത്രമല്ല, ഭാഗവതാനാം ചരിതം എന്നാണ്. ഭഗവാന്റെ കഥ മാത്രമല്ല, ഭഗവത് ഭക്തന്മാരുടെ കഥയും. കാരണം അതും കൂടി നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഇടയ്ക്കൊക്കെ വേണം തോന്നും ഇല്ലേ? ഒന്ന് അങ്ങനത്തെ ഒരാളെ കാണിച്ചൊരു അങ്ങനെയൊക്കെ ഭരിച്ച് നേരെയായവരുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം വരുമ്പം അങ്ങനെയുള്ളവരെയും എന്തിനാ വെച്ചാൽ നമ്മളെ കൈപിടിച്ച് ഉയർത്താനാണ്, നമ്മൾ ആ വഴിക്ക് കൊണ്ടുപോകാനാണ്. നമുക്കും സാധിക്കും, സാധിക്കാത്ത വിഷയമല്ല. നമ്മളുടെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, മഹാത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ വേഗം പ്രതിമ ഉണ്ടാക്കി ഫോട്ടോ ഉണ്ടാക്കി അതിൽ പാല ചാർത്തി മാറ്റി നിർത്തും, എന്നും ദീപാരാധനയും കഴിക്കും. ഇന്നെന്തായി? നമുക്ക് പിന്നെ ആ ബാധ്യതയില്ല. അയാൾ പറഞ്ഞൊന്നും വായിക്കും പഠിക്കൊന്നും വേണ്ടല്ലോ, അയാൾ മഹാത്മാവാ, നമുക്ക് പറ്റുമോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. ഈ ഒരു കുഴപ്പം നമുക്കുണ്ട്. നമ്മൾ ആ വഴിക്ക് ശ്രമിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യും? അവരെ മഹാത്മാവാക്കി മാറ്റി ഒരു പ്രതിമ ഉണ്ടാക്കി മാറ്റി നിർത്തുക. ഈ ഒരു പ്രശ്നം അത് പാടില്ല. അതിനാണ് ഇപ്പം ഭക്തന്മാരുടെ കഥ അങ്ങനെ വർണ്ണിക്കുന്നത്. നമുക്കും സാധിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള സാധാരണക്കാരാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ആയത്. നമ്മളെക്കാൾ കുറച്ചും കൂടി താഴ്ന്ന തരത്തിലുള്ളവരൊക്കെ നേരെയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രോത്സാഹന. എനിക്കും സാധിക്കും കേട്ടോ, ഞാനും ശ്രമിച്ചാൽ പറ്റും, സാധിക്കാത്ത കാര്യമൊന്നുമല്ല. അതല്ല വിധി എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾക്ക് പ്രസക്തിയില്ല. എന്താണ് ഇതൊക്കെ ആദ്യം വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വന്നിരുന്ന് കേൾക്കണോ? നിർത്തുന്നല്ലേ നാല് അല്ലേ? ആദ്യം കുറച്ചൊക്കെ വരച്ചിട്ടുണ്ടാവും. പക്ഷേ എല്ലാം അങ്ങനെ വരച്ചതാണെങ്കിൽ എന്നാൽ പിന്നെ ശാസ്ത്രത്തിന് എന്ത് പ്രസക്തി? എന്തിന് ഭാഗവതം? അല്ല, നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദുർവാസനകളെ മറികടക്കാൻ സാധിക്കും. കുറച്ച് നമ്മുടെ കയ്യിലുണ്ട്, അത് കാണിക്കുകയാണ്. അങ്ങനെ നേരെയായ ഭക്തന്മാരുടെ കഥ. പ്രാരബ്ധം അനുഭവിച്ചെന്നേ പറ്റൂ. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണ്ടേ? വേണം. പക്ഷെ അത് പ്രയാസം ഇല്ലാണ്ടാക്കാൻ പറ്റും. എങ്ങനെ? കാഴ്ചപ്പാട് കൊണ്ട്, മനോഭാവം കൊണ്ട്. പ്രാരബ്ധം അനുഭവിച്ചേ, ദുഃഖം അനുഭവിച്ചേ പറ്റൂ. പക്ഷെ ദുഃഖം അത് നമുക്ക് വിഷമമില്ലാത്ത തരത്തിൽ സാധിക്കും. ഇപ്പോൾ കൈ മുറിച്ചേ പറ്റൂ. എന്ത് ചെയ്യാറുണ്ട്? ഓപ്പറേഷൻ ചെയ്യുമ്പം എന്താ ചെയ്യുക? ധരിപ്പിക്കും, അനസ്തേഷ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ധരിപ്പിക്കും. ധരിപ്പിച്ച പ്രവൃത്തി നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയണില്ല. പോരെ? അതുപോലെ അത്രേ ചോദ്യമുള്ളൂ. വരേണ്ടത് വരും, പക്ഷെ നമ്മളെ ബാധിക്കില്ല.
അതല്ലാതെ വരുന്നത് വരാണ്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കമുള്ള കാര്യത്തിൽ ഭക്തന്മാരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നണില്ല കേട്ടോ. പൂന്താനത്തിൻ്റെ ഉണ്ണി മരിച്ചില്ലേ? ഭക്തന്മാരുടെ കഥയൊക്കെ നോക്കൂ, ഒക്കെ നമ്മളെ ദൃഷ്ടിയിൽ നോക്കിയാലും ഒക്കെ പ്രശ്നം തന്നെയാണ്. മീരാഭായിയുടെ കഥ എന്താ? തുക്കാറാമൻ്റെ കഥ എന്താ? സുധാമാവിൻ്റെ കഥ എന്താ? എത്ര കാലം കഷ്ടപ്പെട്ടു, ദാരിദ്ര്യമല്ലേ? അതെ, പക്ഷേ അത് അവരെ ബാധിച്ചില്ല. അത് നോക്കിയാൽ മതി, അത് അവരെ ബാധിച്ചില്ല. ഉണ്ണി മരിച്ചിട്ടും അദ്ദേഹം എന്താ പ്രാർത്ഥിച്ചത്? ഒരൽപ്പം വിചാരിച്ചു അത്രേ, ഞാനപ്പാനയുടെ എവിടെയെങ്കിലും ഒരു വരി എന്ത് വരും, എന്നാലും എൻ്റെ ഉണ്ണി അങ്ങ് കൊണ്ടുപോയല്ലോ എന്ന് ചോദിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. ഭഗവാൻ ചോദിച്ചു എന്നാണ്, അല്ല എന്താ അങ്ങ് അതിനെപ്പറ്റിയൊന്നും പറയാത്തു? അപ്പോഴാണത്രേ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇനി ഞാൻ ചോദിക്കില്ല, കഴിഞ്ഞു, അത് മനസ്സിലാക്കി. ആ ഒരു പാഠം അങ്ങ് എന്നെ പഠിപ്പിച്ചതാണ് ഇത് ബോധിപ്പിക്കാൻ. പിന്നെ അങ്ങ് ഹൃദയത്തിലുണ്ടല്ലോ, ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ ഒന്നല്ല, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഭഗവാന്റെ ക്രീഡാഭൂമി, കളിസ്ഥലമാണ് മനസ്സ്. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്ത് വേണ്ട, പിന്നെന്ത്? പണ്ട് ദുഃഖിച്ചിരുന്ന സന്ദർഭമൊക്കെ പിന്നെ ഉണ്ടാവും, പക്ഷേ ഇപ്പം ദുഃഖിക്കാൻ തോന്നുന്നില്ല. അങ്ങനെയാവാലോ അല്ലേ? ഇവിടെ ഇരിക്കുന്നവരെ നമുക്ക് നല്ലോണം അറിയാം. എത്രയോ ഭാഗവതം കേട്ടവർക്ക് ആ അനുഭവം ഉണ്ടാവും. പണ്ട് നിസ്സാര കാര്യത്തിന് ചായയിൽ ലേശം പഞ്ചസാര ഇല്ലെങ്കിൽ പരാക്രമം കാണണമായിരുന്നു. ഇപ്പോഴോ ഒരു കുറഞ്ഞു വരും, അത്രയും പറ. അല്ലാതെ ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ 7 ദിവസം കേട്ട് കഴിഞ്ഞാൽ വത്സ അങ്ങനെയായി എന്നല്ല പറയണത്. അത്രയ്ക്കും എത്തിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ മാറ്റം വന്നിട്ടില്ലേ? മെല്ലെ മെല്ലെ ആണ്. പണ്ടൊരു ഇഴ നരച്ചാലുള്ള ദുഃഖം എത്രയായിരുന്നു. ഇപ്പോഴോ ആ മുടിയൊക്കെ നരച്ചു, തല കുമ്പളങ്ങ പോലെ ഇട്ടും വിഷമമില്ല. പണ്ട് മക്കളൊക്കെ തറന്തല്ല് പറയുമ്പോൾ ഇവിടെ ഒരു വേദനയായിരുന്നു. ഇപ്പോഴോ ഇപ്പം കച്ചേരി പോലെ. ഹാ, കാരണം ഭാവം മാറുകയാണ്. അല്ലാണ്ട് അവർ മാറുന്നില്ല. നമ്മളിപ്പോൾ അവർ മാറട്ടെ കാത്തിരിക്കുക, അവർ മാറുന്നില്ല. ലോകത്തിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, പക്ഷെ നമ്മുടെ മനോഭാവം മാറും, അത്രയേ ഉള്ളൂ. അതാണ് കാണിച്ചു വരുന്നത്. അതുകൊണ്ട് മനോഭാവം മാറ്റാൻ തയ്യാറാവൂ എന്ന് കാണിക്കണം. വംശാനുചരിതം, 2 വംശങ്ങളുടെ കഥ, ഭഗവാനെ ആരാധിച്ച് നേരെയായ 2 വംശങ്ങളുടെ കഥ, സൂര്യവംശം, സോമവംശം. വൈവസ്വത മനുവിൻ്റെ കഥയാണ് ആദ്യം. അദ്ദേഹം വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേരെന്താ? ശ്രദ്ധ. നല്ല പേരാണ് അല്ലേ? പേര് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധ എന്നാണ് ഭാര്യയുടെ പേര്. ശ്രദ്ധ മാറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ പറയണോ? അതാണ്. ശ്രദ്ധ മാറി എല്ലാം മാറി, ഫലം തന്നെ മാറും. കേൾക്കുന്നതും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. പ്രത്യേകിച്ച് ശാസ്ത്രമൊക്കെ കേൾക്കുമ്പം സാധാരണ ഒരു ശ്രദ്ധ പോരാ. അതുകൊണ്ടാണ് ഗീതയിൽ എന്തു പറയും? ബുദ്ധിമാൻ ലഭതേ ജ്ഞാനം നല്ല പറഞ്ഞത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ ഉള്ളവർക്കാണ് അറിവുണ്ടാവുക. ബുദ്ധി ഉണ്ടെങ്കിൽ മാർക്ക് വാങ്ങാം, വലിയ ഉദ്യോഗമൊക്കെ കിട്ടും, ഒക്കെ ശരി തന്നെ. പക്ഷെ ജ്ഞാനം ഉണ്ടായിക്കോളുന്നില്ല. ജ്ഞാനെന്ന് പറഞ്ഞാൽ തൃപ്തി, ശാന്തി ഉണ്ടായിക്കോളുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ ആവാൻ നിഷ്കളങ്ക ഹൃദയം വേണം, ശുദ്ധമായ മനസ്സ് വേണം. ബുദ്ധി കൊണ്ട് വാദിക്കാനൊക്കെ പറ്റും, ജയിക്കാനൊക്കെ ബുദ്ധിമതി. സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ പക്ഷേ ബുദ്ധി കൊണ്ട് സാധിച്ചോളണമെന്നില്ല. അതിന് ശ്രദ്ധയും ഭക്തിയാണ് വേണ്ടത്. അതാണ് ഇവിടെ ശ്രദ്ധ മാറിയുള്ള പ്രശ്നമാണ് ഈ കഥ വർണ്ണിക്കുന്നത് തന്നെ. ഏതായാലും അങ്ങനെ വിവാഹം കഴിച്ചു. ശ്രദ്ധയെ മക്കളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഋഷിമാർ പുത്രകാമേഷ്ടി നടത്താൻ തീരുമാനിച്ചു. ചോദിച്ചു, രാജാവെ അങ്ങേക്ക് എന്താ മോഹം? രാജാവ് പറഞ്ഞു, രാജ്യം ഭരിക്കാൻ. ആൺകുട്ടി ആയിക്കോട്ടെ അല്ലേ, അതല്ലേ സൗകര്യം, ആൺകുട്ടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ശരി, അവരതിനു വേണ്ടി പുറപ്പെട്ടു. കുറച്ച് മുന്നേ, യാഗത്തിന് മുന്നേ ആ രാജ്ഞിയെ കണ്ടപ്പം ശ്രദ്ധയോട് ചോദിച്ചു, അല്ല എന്താ ആഗ്രഹം ചോദിച്ചു. അവൾ പറഞ്ഞു, അടുക്കളപ്പണിക്കൊക്കെ പെൺകുട്ടി ആയിക്കോട്ടെ. അവർ തമ്മിൽ തന്നെ ഒരു യോജിപ്പ് വേണ്ടേ? അതാണ്. അടുക്കളപ്പണിക്കൊക്കെ പണ്ട് പെൺകുട്ടികളെ കിട്ടും, ഇപ്പം പിന്നെയും ആൺകുട്ടികളാണ്. ഒന്നും പറയാൻ വയ്യ, അതൊക്കെ പൊളിറ്റിക്കലി പണ്ടത്തെ പോലെ ഇപ്പം എല്ലാം കാലം മാറി വരികയാണ്. എല്ലാം അങ്ങോട്ട് പറയാനൊന്നും സാധിക്കില്ല, കുറച്ചൊക്കെ കരുതി പറയണം. എന്തായാലും അങ്ങനെയൊക്കെയാണ് കഥ. ഏതായാലും യാഗം നടത്തി, ഭാര്യ ഗർഭിണിയായി, ശ്രദ്ധ പ്രസവിച്ചു. പെൺകുട്ടിയാണ്. ആർക്കിഷ്ടായില്ല? രാജാവിന് ഇഷ്ടമായില്ല. രാജാവ് ഇങ്ങനെ ബ്രാഹ്മണരെ വെച്ച് ഇങ്ങനെ പറയണ, ബ്രാഹ്മണരെ പണ്ടത്തെ പോലെ നിങ്ങളുടെ മന്ത്രമൊന്നും ഫലിക്കാറില്ലേ, ഇപ്പം ഗായത്രി ഒന്നും ജപിക്കുന്നില്ലേ? എന്താർത്ഥം? അല്ല, ഞാൻ ആൺകുട്ടിയാവണമെന്നാണ് പറഞ്ഞത്, ഇതിപ്പോൾ പെൺകുട്ടിയാണല്ലോ, എന്താ ഇപ്പം എങ്ങനെയെന്നുള്ള മട്ടിൽ ബ്രാഹ്മണരെങ്ങനെ അവർ എന്താ പറയേണ്ടത്? അങ്ങയുടെ ഭാര്യ പറഞ്ഞത് കൊണ്ടെന്നാണ് പറയേണ്ടത്. നമ്മളാണിച്ചത് പറയും. പിന്നെ അവർ നമ്മളെപ്പോലെ കുടുംബകലഹം ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നും ഉള്ളവരല്ല. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? അങ്ങയ്ക്കിപ്പം എന്താ വേണ്ടു ചോദിച്ചു.
അല്ല, ഞാൻ ആൺകുട്ടി ആവണം എന്നല്ലേ പറഞ്ഞത്, ഇങ്ങോട്ട് തരുമെന്നും പറഞ്ഞാൽ അവരങ്ങോട്ട് വാങ്ങി ഒരു മന്ത്രം ജപിച്ച് അങ്ങോട്ട് ഒഴിഞ്ഞപ്പോഴേക്ക് ആരായി? അത് ആൺകുട്ടിയായി. ഉണ്ടായത് പെൺകുട്ടി ആയിക്കൊണ്ട് ഇളാന്ന് പേരിട്ടു. ഇപ്പോൾ ആൺകുട്ടിയായി, സുദ്യുമ്നൻ. ഒരാളെന്നെയാ. ആണാവുമ്പം സുദ്യുമ്നൻ, പെണ്ണാവുമ്പം ഇള. ശരി, അത് വളർന്ന് വലുതായി 10-16 വയസ്സായി. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ നായാട്ടിന് പുറപ്പെട്ടു. ഒരു പ്രത്യേക സ്ഥലം, അവിടേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോഴേക്ക് വീണ്ടും പെണ്ണായി. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പുരുഷന്മാർ കയറുമ്പോൾ ശ്രദ്ധിക്കുക എന്നൊക്കെ. ആരും നമ്മൾ ബോർഡ് നോക്കുമോ? ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ നോക്കിയില്ല. അങ്ങോട്ട് പ്രവേശിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇളാവൃതം. എന്താ ഇപ്പോൾ അവിടേക്ക് പുരുഷന്മാർ കയറുമ്പം സ്ത്രീ ആവണമെന്ന് ചോദിച്ചാൽ, പണ്ട് പരമശിവൻ പാർവതി വിവാഹം കഴിച്ച് കൈലാസത്തിലിരിക്കുന്ന കാലത്ത് ഈ ഭക്തന്മാരുടെ തിരക്കല്ലേ. ശിവനാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വലിയ ബഹളമൊന്നും ഇല്ലാണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. ഗുരുവായൂരപ്പനെ പോലെയല്ല. ഗുരുവായൂരപ്പന് തിരക്ക് വലിയ ഇഷ്ടം, എല്ലാവരും ഇങ്ങനെ കൂടെ എടുത്ത് നടക്കുകയൊക്കെ ചെയ്താൽ വലിയ സന്തോഷമാണ്. ശിവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്ദേഹത്തിന് അങ്ങനെ ആരും ഇല്ലാണ്ടൊരു ഭാഗത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക, കണ്ണടച്ചിരിക്കുക, അതൊക്കെയാണ്. അതാണ് മമ്മിയൂരപ്പൻ്റെ അടുത്ത് ഇപ്പോഴും തിരക്ക്. അല്ലാണ്ട് ഗുരുവായൂരുള്ള പോലെ ഉണ്ടോ? അദ്ദേഹത്തിന് നഷ്ടം. കൈലാസത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഭക്തന്മാരിങ്ങനെ വല്ലാണ്ട് ഇങ്ങോട്ട് വന്നപ്പം പാർവതിക്കൊരു വിഷമം എന്താ ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഇത്രയൊക്കെ ദിവസമായിട്ടും ഒരു സ്വകാര്യം പറയാൻ പറ്റിയില്ല. എന്തെങ്കിലും ഒന്ന് അപ്പോഴേക്കും ഹര ഹര മഹാദേവ എന്നൊക്കെ പറഞ്ഞ ഭക്തന്മാർ വരുന്നു. ശിവനാണെങ്കിൽ ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരോട് ലോക്യം പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കും. പാർവതി ചോദിച്ചു, ഒന്നും മാറി താമസിച്ചാലോ? ഓ, പിന്നെ ആവാം. അങ്ങനെ അവർ മാറി താമസിച്ച സ്ഥലമാണെന്ത്? ഇളാവൃതം. കുറച്ചു കാലം അവിടെ അങ്ങനെ കഴിഞ്ഞു. അവിടേക്ക് ആര് വരാൻ തുടങ്ങി? ഈ ഋഷിമാരൊക്കെ കൈലാസത്ത് പോയി അവിടെ ആരും കാണാണ്ട് വരുമ്പോൾ അവർ മാപ്പ് നോക്കി, ഗൂഗിൾ മാപ്പ്. ഇപ്പം മേഡം പറഞ്ഞു തരുമല്ലോ, ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരിവിടെ എത്തി ഇളാവൃതത്തിൽ. അപ്പോൾ പാർവതി പറഞ്ഞു, എന്തൊരു കഷ്ടം അത്, ഇവരെ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞപ്പോൾ പരമശിവൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, ഭക്തന്മാരെ പറ്റി ശല്യം എന്നൊക്കെ പറഞ്ഞാൽ അത് കഷ്ടമാണ്. നിനക്കിപ്പോൾ എന്താ പ്രശ്നം? പുരുഷന്മാർ വരുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ, അത്രയേ ഉള്ളൂ. സ്ത്രീകളാച്ചാൽ പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങോട്ട് ഇനി വല്ല പുരുഷന്മാരും വരികയാണെങ്കിൽ അവർ സ്ത്രീകളാവട്ടെ. പരമശിവനെ സംബന്ധിച്ച് അങ്ങനെ സ്ത്രീയായാലും പുരുഷനായാലും ഒന്നൊരു വ്യത്യാസമില്ല. പക്ഷെ വരുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് അതൊരു വിഷമമുള്ള കാര്യമല്ലേ. അങ്ങനെയാണ് അങ്ങനെ ഉണ്ടായത്. അവിടേക്ക് വരുന്ന പുരുഷന്മാർ പിന്നെ സ്ത്രീകളായിട്ട് മാറുകയുണ്ടായത്. പല ഋഷിമാരും വന്നിരുന്നു, അവരൊക്കെ സ്ത്രീകളാവുകയും ചെയ്തു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പരമശിവനും പാർവതിയും തിരിച്ച് കൈലാസത്തിലേക്ക് പോയെങ്കിലും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ തന്നെ ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ആര് പ്രവേശിച്ചത്? ഈ സുദ്യുമ്നം പ്രവേശിച്ചത് ഇളയായി. അക്കാലത്താണ് ചന്ദ്രൻ്റെ മകൻ ബുധനെ കണ്ട് മോഹിച്ചു. അവർ തമ്മിൽ കുറച്ച് കാലം അങ്ങനെ ലിവിങ് ടുഗദർ ആയി കഴിഞ്ഞു. ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയുടെ പേരാണ് പുരൂരവസ്. എടുത്തു വെച്ചോളൂ, ആവശ്യം വരും. ഇനി ചന്ദ്രവംശം അങ്ങനെയാണ് പോകുന്നത്. കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞു. തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള മോഹം. തൻ്റെ ഗുരുനാഥനെ ആശ്രയിച്ചു. അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരമശിവനെ കണ്ട് പറഞ്ഞു, ഒന്ന് നേരെയാക്കി കൊടുക്കണം. ശിവൻ പറഞ്ഞു, നേരെയാക്കി കൊടുക്കുക പറഞ്ഞാൽ ഇപ്പം ആ പാർവതിയോട് അനുഗ്രഹം കൊണ്ട് പറഞ്ഞ വാക്ക് മാറ്റാൻ പറ്റുമോ? അത് പറ്റില്ല. ഒരു കാര്യം ചെയ്യുക, ഒരു മാസം പുരുഷൻ, ഒരു മാസം സ്ത്രീയാക്കുക. സൗകര്യമുണ്ട്. മാസം പുമാൻ ഭവിത മാസം സ്ത്രീ. ജനുവരിയിൽ പുരുഷൻ, ഫെബ്രുവരി സ്ത്രീ, മാർച്ച് പുരുഷൻ, ഏപ്രിലിൽ സ്ത്രീ, മെയ്യിൽ പുരുഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാളെ മാറിയ സ്ത്രീയാകുമ്പോൾ അദ്ദേഹം കാട്ടിലേക്ക് പോകും, ആരും അറിയില്ല, അവിടെ അങ്ങനെ കഴിയും. ആ മാസം അവസാനമായ അദ്ദേഹം ടീഷർട്ടും പാൻറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരും, ഇവിടെ രാജാവായിട്ട് കഴിയും. പിന്നെ ആ മാസം അവസാനമാകുമ്പോൾ വീണ്ടും കാട്ടിൽ പോകും. ഇങ്ങനെ കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി, എന്തിനാപ്പത്, എന്തിനിപ്പോൾ രാജ്യം ഭരിക്കണം? തനിക്കങ്ങോട്ട് മുഷിഞ്ഞു. ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂട്ടലല്ല, ഭഗവാനെ ഭജിക്കലല്ലേ. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവുക നിശ്ചയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? രാജ്യം മക്കൾക്ക് ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോയി നേരെയായി. ഇതാണ് ആരുടെ കഥ? അവസാനം പറഞ്ഞത് മറന്നുകൊണ്ടാണ്. നേരെയായി, അത്രയും വേണ്ടു. അവസാനെങ്കിലും നേരെയാവണ്ടേ? നേരെയായി. ചിലപ്പോൾ നമുക്ക് തോന്നാട്ടോ, പണ്ടൊക്കെ എനിക്ക് തോന്നിയിരുന്നു എന്തൊരു കഥ അത്, ആണ് പെണ്ണായി, പെണ്ണ ആണായി, ഇനിയിപ്പോൾ ആണ് പ്രസവിക്കാൻ പോകുന്നുണ്ട് അടുത്ത കഥയിൽ. ജാതി ഓരോ കഥ ഈ പുരാണത്തിൽ, എങ്ങനെയാപ്പോൾ ഇത് എന്നൊക്കെ. പക്ഷെ പിന്നീട് മനസ്സിലായി, മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്തുക അത്ര ഈ ഒരു നവമസ്കന്ധം. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളത് വലിയ കൊട്ടി ഘോഷിച്ച് കേമ എന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. എത്ര വലിയവനാണെങ്കിലും ഇത്ര ഒക്കെ അത്ര തന്നെയുള്ളൂ എന്ന് കാണിക്കുകയാണ്. നമുക്കെന്നെ അറിയില്ലേ, പലരെയും പണ്ടാണെങ്കിൽ അംഗീകരിച്ചിരുന്നില്ല, ഇന്നിപ്പം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉൾക്കൊണ്ട് തുടങ്ങി. പുരുഷൻ്റെ ശരീരം ഉണ്ടാവും, സ്ത്രീയുടെ മനസ്സ്. അങ്ങനെയുള്ളവരുണ്ട്. തിരിച്ചും സ്ത്രീയുടെ ശരീരമായിരിക്കും പുരുഷൻ്റെ മനസ്സ്. അവർക്ക് ലോകത്തിൽ പലതും സാധിച്ചില്ല എന്ന് വന്നേക്കാം. നല്ലൊരു കുടുംബജീവിതം അല്ലെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ച് അങ്ങനെയൊക്കെ സാധിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷെ അവർക്ക് എന്ത് സാധിക്കും? മുക്തി, അതല്ലേ പരമപുരുഷാർത്ഥം. അത് സാധിക്കും. ഇവിടെ വിവാഹം കഴിക്കലോ കുട്ടികളുണ്ടാവലോ അതൊക്കെ
നല്ല തന്നെ, വേണ്ട തന്നെ. പക്ഷേ അതിനേക്കാളൊക്കെ മുഖ്യം പരമപുരുഷാർത്ഥം മോക്ഷമാണ്, ഭഗവാനെ നേടലാണ്. അതിന് ഒരു ജന്മവും തടസ്സമല്ല എന്ന് കാണിക്കാനാണത്രേ ഈ ഒരു കഥ ആദ്യം സൂചിപ്പിച്ചത്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കഥ, വൈവസ്വത മനുവിൻ്റെ മറ്റ് കുട്ടികളുടെ കഥയൊക്കെ വർണ്ണിച്ചു. ശര്യാദിയുടെ മകള് സുകന്യ വലിയ കേമത്തിയാണ്. അവളുടെ ആ പാതിവ്രത്യം കൊണ്ട് ആ കുടുംബം തന്നെ നേരെയായി. ശര്യാദി രാജാവ് നായാട്ടിന് പോകുമ്പം ഈ കുട്ടിയും വാശി പിടിച്ചു. അങ്ങനെ കൊണ്ടുപോയി സുകന്യയെ. കൂട്ടുകാരികളുണ്ട് കൂടെ, സുകന്യയുടെ കൂടെ. വലിയ കാടായതുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹം പുറത്തു നിർത്തി കുട്ടികളെ. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചതൽപ്പുറ്റ് കണ്ടു. അതിൽ നിന്ന് എന്തോ തിളങ്ങണത് കണ്ടപ്പം കൗതുകം തോന്നി, കമ്പെടുത്ത് കുത്തി. നല്ല രസം, ചുവന്ന വെള്ളം അങ്ങനെ വരുന്നുണ്ട്, വലിയ രസമായി. അങ്ങനെ കുറച്ച് നേരം കളിച്ച് അവർ തിരിച്ച് രാജാവ് നായാട്ട് കഴിഞ്ഞ് വന്നപ്പം ഇവരെയും കൂട്ടി തിരിച്ച് കൊട്ടാരത്തിലെത്തി. പക്ഷേ എല്ലാവർക്കും ഒരു പ്രയാസം. നായാട്ടിന് പോയവർക്കൊക്കെ എന്തുണ്ട്? ശകൃൻ മൂത്ര നിരോധോഭൂത്. ഇൻകമിങ് ഉണ്ട്, ഔട്ട് ഗോയിങ് ഇല്ല. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ പറ്റുമോ? പുറത്തേക്കും പോകണ്ടേ? പണ്ട് കാലത്താണെങ്കിൽ ഇങ്ങനെ ഒക്കെ ഉണ്ടാവുക. ഈ സജ്ജനങ്ങളെ ദ്രോഹിച്ചാൽ, മഹാത്മാക്കളെ നിന്ദിച്ചാലൊക്കെ ഉണ്ടാവുക എന്നാണ് പറയുക. അത് മനസ്സിലാക്കിയ രാജാവ് ചോദിച്ചു, അല്ല, നായാട്ടിന് പോയവരൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മൾ നായാട്ടിന് കുറച്ച് മുന്നേ പോയല്ലോ, ഏതെങ്കിലും മഹാത്മാക്കളെ നിന്ദിച്ചുവോ? തപസ്സീണ മഹർഷിമാരെ കല്ലെടുത്തെറിയുക, തലക്കടിക്കുക, എന്തെങ്കിലും അറിയാണ്ടെങ്കിലും ചെയ്തു പോയോ എന്നുള്ള മട്ടിൽ ചോദിച്ചപ്പോൾ ഭടന്മാർ പറഞ്ഞു, ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. ഇത് കേട്ട സുകന്യ മെല്ലെ അടുക്കളയിൽ നിന്ന് വന്നിട്ട് എന്ത് പറഞ്ഞു? അച്ഛാ, കിഞ്ചിത് കൃതമയ, ഞാൻ ചെറുതായിട്ടൊന്ന്, അവക്ക് ചെറുതായിട്ട്, ആ മഹർഷിയുടെ കണ്ണാ പോയത്, കിഞ്ചിത് കൃതമയ, ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. സംഗതി എന്താ? അന്വേഷിച്ച് പോയപ്പം ച്യവന മഹർഷിയാണ്. അദ്ദേഹം തപസ് ചെയ്യാണ്. കണ്ണ് തുറന്നിട്ടുള്ള തപസ്. ചതൽ വന്നു, മൂടി. അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടിട്ടാണ് തിളങ്ങണ സാധനം എന്ന് കണ്ട് കുത്തിയത്. ചോരയാണ് വന്നത്. അവിടെ എത്തി കാൽക്കൽ വീണു, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പോയാൽ പറ്റുമോ? എൻ്റെ കണ്ണ് പോയില്ലേ, അതുകൊണ്ട് കണ്ണ് കുത്തി പൊട്ടിച്ച ആൾ ഇവിടെ ഇരുന്നോട്ടെ, എന്തായിട്ട്, കണ്ണായിട്ട്. ഒരു പി എ കം വൈഫ് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്തു ചെയ്യും? സുകന്യയാണെങ്കിൽ സുഷ്ടു കന്യ, നല്ല സുന്ദരിയാണ്, നല്ല സ്വഭാവമാണ്. ശിവന മഹർഷിയാണെങ്കിൽ ഇത്ര കാലമായി, ഇത്ര പ്രായമുണ്ട് അദ്ദേഹത്തിന്, അയാളുടെ പ്രകൃതം എന്താ? സുകന്യയെ തൊടണമെങ്കിൽ കൈ കഴുകണം, ശിവന മഹർഷിയെ തൊട്ടാൽ കൈ കഴുകണം. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഇവളെ കൊടുക്കാൻ മടി. പക്ഷേ മഹർഷി ആയതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ വയ്യ, ശപിച്ചാലോ. മനസ്സില്ല മനസ്സോടെ സുകന്യയെ വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷെ അവൾക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. അവൾ പരമേശ്വരനെ പൂജിക്കും പോലെ ആണ്. അതാണ് മാതൃക ദമ്പതികൾ, പരമേശ്വരനും പാർവതിയാണ്. അതുപോലെ പൂജിച്ചു. അത് കണ്ടപ്പോൾ ച്യവനനും തോന്നി, തിരക്കിടില്ലല്ലോ, താൻ വൃദ്ധനാണെന്നോ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളാണെന്നുള്ള ഭാവമൊന്നുമില്ല. അവളെച്ചാൽ വലിയ സുന്ദരിയാണ്, എന്നിട്ടും തന്നെ അങ്ങനെ സേവിക്കുന്നുവല്ലോ, അവളെ അനുഗ്രഹിക്കണം എന്നൊരു വിചാരം അദ്ദേഹത്തിനുണ്ട്. ആ കാലത്താണ് അശ്വിനി ദേവന്മാരുടെ വൈദ്യന്മാരാണ്. അവരെ വിഷമം എന്താ ചോദിച്ചാൽ, ദേവേന്ദ്രൻ അദ്ദേഹം സ്റ്റേജ് മുമ്പ് അമൃത് കുടിക്കും, ഇവർക്ക് താഴത്തിരുത്തി കൊടുക്കും. അമൃതന്നെയാണ് കൊടുക്കണത്, എന്നാലും ഇപ്പം അമൃതന്നെയാണ് തരണത്, എന്നാലും അങ്ങനെ താഴത്തിരുത്തി തരുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഒന്നും അങ്ങോട്ട് ഒപ്പം ഇരുത്തി തന്നാലുണ്ടാ. ദേവേന്ദ്രനാണെങ്കിൽ ഈ വൈദ്യന്മാരൊന്ന് താഴുന്ന രീതിയിലാണ് കാണുക. കാരണം അവർ ശരീരം കീറി മുറിക്കുക ഒക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും മോശമായിട്ട് കണക്കാക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് വലിയ മോഹം എന്താ വെച്ചാൽ ഇന്ദ്രൻ്റെ ഒപ്പം ഇരുന്ന് അമൃത് കുടിക്കണം എന്നൊരു മോഹമുണ്ട്. അത് സാധിക്കും. ആര് വിചാരിച്ചാൽ? ച്യവനം വിചാരിച്ചാൽ സാധിക്കും. വലിയ തപസ്വിയാണ്, മഹർഷിയാണ്. അദ്ദേഹം ഇവിടുന്ന് യാഗം ചെയ്യുമ്പം ഇന്ദ്രൻ്റെ മന്ത്രത്തിൻ്റെ കൂടെ അശ്വിനി ദേവന്മാരുടെ മന്ത്രം ജപിച്ചാൽ അവിടെ ഒരുമിച്ച് കിട്ടുമല്ലോ. ഒരിക്കൽ ഈ ച്യവന മഹർഷിയെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, അല്ല അങ്ങേക്ക് ചെറുപ്പമാവണം എന്നുണ്ടോ ചോദിച്ചു. എന്താണ്? ഉണ്ടോ? പിന്നെ ഇല്ലാണ്ടിയോ? അതല്ലേ മുത്തശ്ശനൊക്കെ പേരക്കുട്ടിയുടെ ട്രൗസർ 3/4 തൊട്ട് നടക്കുക, പേരക്കുട്ടിയുടെ ആണ്. മോഹല്യൊന്നുമില്ല, അത് കറപ്പിക്കണില്ലേ? മോഹല്ലായിട്ട് ചോദിച്ചാൽ ഇല്ല എന്നൊക്കെ പറയും. എല്ലാം പലരും നിൽക്കുന്നത് തന്നെ ഗോദ്രേജുള്ളതുകൊണ്ടാണ്. അതില്ലേ കഴിഞ്ഞ കഥ. പിന്നെ നടക്കാത്തത് കൊണ്ട് ചോദിക്കണമെന്നില്ല എന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞു ഇല്ലായൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇല്ലായൊന്നുമില്ല പറഞ്ഞ എന്താ അർത്ഥം? 2 നെഗറ്റീവ് വന്നാൽ പോസിറ്റീവാണ്. ഉണ്ട്, മോഹല്യായൊന്നുമില്ല എന്ന് പറഞ്ഞു. സാധിപ്പിച്ചു തരാം, ഞങ്ങൾ ചില ചികിത്സയൊക്കെ കഴിഞ്ഞാൽ അങ്ങ് ഞങ്ങളെപ്പോലെ തന്നെയായി മാറും, പകരം ഞങ്ങൾക്ക് അമൃത് തരുമോ? ഏറ്റു. അങ്ങനെ ചികിത്സ കഴിഞ്ഞു. പൊന്തി വന്നപ്പം 3 പേരും ഒരുപോലെ. അശ്വിനി ദേവന്മാർ, നാസത്യൻ, ദസറൻ 2 പേര്. ഇപ്പം ച്യവന മഹർഷി, അങ്ങനെ തന്നെ 3 പേര്. മാല ആരുടെ കയ്യിലുണ്ട്? ഈ സുകന്യയുടെ കയ്യിലുണ്ട്. ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്താണ്? 3 പേരിലെ ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്തു ചെയ്യും? കാരണം സുകന്യയുടെ കേമത്തിൽ നമ്മളാച്ചാൽ എന്ത് ചെയ്യും? നല്ലോണം നോക്കി വക്ക് പൊട്ടാത്ത ഒന്നും എടുക്കും.
സുകന്യ അങ്ങനെയല്ലല്ലോ. സുകന്യയുടെ പ്രകൃതം എന്താ? തൻ്റെ പാതിവ്രത്യം സത്യമാണെങ്കിൽ ഭഗവാനെ എൻ്റെ ഭർത്താവിനെ തന്നെ, ആ ഒരു അതാണ് ധർമ്മം, അതാണ് പാതിവ്രത്യം എന്ന് പറയുന്നത്. കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഒരാൾ മാത്രമാണ് നിലം തൊടുന്നതേ, മറ്റു രണ്ടുപേർക്കും ഭൂസ്പർശമില്ല. അപ്പം മനസ്സിലായി, പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥയിലെ ദേവന്മാർ നിലം തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തു. ധന്യവും തൻ്റെ ഭർത്താവ് മനസ്സിലാക്കി മാലിട്ടു. അങ്ങനെ ഈ ചവന മഹർഷിയെ മാലിട്ടു സ്വീകരിച്ചു. ഇതാണ്. അതിനുശേഷമാണ് ആര്യവതിശാലയിൽ തിരക്ക് കൂടിയത്. എങ്ങനെയാവുമെന്ന് കരുതി പോയി. അങ്ങനെ ചവനപ്രാശം കഴിച്ച് അങ്ങനെ അത് നേരെയായി. ഏതായാലും ഇപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സുകന്യയുടെ പാതിവ്രത്യം കാരണം ആ കുടുംബം നേരെയായി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ കാണാൻ വരുന്നുണ്ട്. ശരിയാതി മകളെ അടുത്തേക്ക് പോകാറില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാഴ്ച കാണണ്ടേ. ആ പ്രായമുള്ള ആളെയും കണ്ണ് കാണാത്ത ആളെ നോക്കിയിട്ട് കഷ്ടം, കാണാണ്ടിരിക്കല്ലേ ഭേദം എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഒന്ന് പോയി കാണാമെന്ന് കരുതി വന്ന സമയത്ത് സുകന്യയുടെ മടിയിലുണ്ട് ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കിടക്കണം, സുന്ദരൻ. ദേഷ്യം വരില്ലേ, വാളം കെട്ട് ഊരി എടി കൊല്ലട്ടെ, നീ എൻ്റെ കുടുംബത്തെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായവളാണോ എന്നൊക്കെ ചോദിച്ചാൽ അവളുടെ നേരം കണ്ട് പുറപ്പെട്ടു. അവസാനം അവൾ കാൽക്കൽ വീണ് മറ്റേ ഇയാളുടെ ആധാർ കാർഡ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇത് അയാൾ തന്നെയാണെന്നൊക്കെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഏതായാലും വലിയ സന്തോഷം തോന്നി, അഭിമാനം തോന്നി തൻ്റെ മകളുടെ ആ ഒരു സ്വഭാവം പറഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ എന്ത് വേണം? ഇനി കുറച്ച് കാശൊക്കെ വേണം, ധനം വേണം, എന്നാലേ യാഗം നടത്താൻ പറ്റുള്ളൂ. ചെവൻ്റെ കയ്യിൽ ധനമൊന്നുമില്ല. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് യാഗം നടത്തി. ആ യാഗത്തിൽ ഇന്ദ്രൻ്റെ മന്ത്രം ജപിക്കുന്ന കൂട്ടത്തിൽ അശ്വിനി ദേവന്മാരുടെ മന്ത്രവും ജപിച്ചു. ആർക്കിഷ്ടായില്ല? ഇന്ദ്രൻ ഇഷ്ടമായില്ല. ഇന്ദ്രൻ വന്ന് ആ വജ്രായുധം എടുത്ത് ഇയാളുടെ കൈ വെട്ടാൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പം ഒന്ന് നോക്കി. സവജ്രം സ്തംഭയാമാസ, വജ്രായുധത്തോടു കൂടി അങ്ങനെ പോസാക്കിയ പോലെ അദ്ദേഹം അവിടെ അങ്ങനെ നിന്നു. ഹോമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇയാൾക്ക് പുക കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം ഇന്ദ്രൻ പറഞ്ഞു, എന്തോ ആവട്ടെ, പറ്റിയത് പറ്റി, എന്നെ വെറുതെ വിടുമോ എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഇനി മേലാൽ ആളെ നോക്കിയിട്ട് വേണം കൈ ഉയർത്തുക, എവിടെയാ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. അശ്വിനിദേവന്മാർ അമൃത് കുടിച്ചാൽ വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. അവർ അമൃത് കുടിക്കുകയെ കുളിക്കുകയെ ഇനി എന്ത് ചെയ്താലും ഒരു വിഷമവുമില്ല. അങ്ങനെ ആ ഇന്ദ്രൻ്റെ അഹങ്കാരവും ഇല്ലാണ്ടിയാക്കി. ഇതാണ് ആ കഥ. ഒരു സ്ത്രീ നേരെയായാൽ കുടുംബം നേരെയാവും എന്നുള്ളൊരു കഥ സൂചിപ്പിക്കുകയാണ്. ഇനി അച്ഛൻ നേരെയായാൽ മക്കൾ നേരെയാവും എന്നുള്ള കഥ. നാഭാഗൻ എന്ന പേരായിട്ടുള്ള രാജാവ്, നഭകൻ്റെ മകൻ നാഭാഗൻ. നാഭാഗൻ പണ്ട് പഠിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെ ഭാഗം വെച്ചു. പണ്ട് കാലത്ത് എന്താ വെച്ചാൽ പഠിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ചില പഠിപ്പങ്ങോട്ട് അധികമാകുമ്പോൾ ചിലപ്പോൾ സന്യസിക്കുകയെ, ഓരോ ശാസ്ത്രമൊക്കെ അങ്ങോട്ട് പഠിക്കുമ്പോൾ എന്നാൽ പിന്നെ കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞങ്ങോട്ട് സന്യസിച്ചിട്ടുണ്ടാവുമെന്ന് ആര് കരുതി? സഹോദരന്മാർ കരുതി. അവർ ഓരി വെച്ചു. ഇയാൾ സന്യസിച്ചില്ല. ഇയാൾ ബദരി കേദാർനാഥ് തീർത്ഥാടനത്തിന് പോയതാ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഭാഗം വെപ്പ് കഴിഞ്ഞു. എന്താ എനിക്ക് വെച്ചത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വെച്ചത് അച്ഛനെയാണ്. എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് ആലോചിച്ചിരിക്കുകയായിരുന്നു. കഷ്ണം മുറിക്കണോ? ജനുവരിയിൽ നീ നോക്കുമോ, ഫെബ്രുവരി ഞാൻ നോക്കാം, മാർച്ചിൽ നമുക്ക് വൃദ്ധസദനത്തിലാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആര് വരുന്നത്? ഈ പാവം നിഷ്കളങ്കൻ നാഭാഗം വരുന്നത്. നേരെ നാഭാഗൻ്റെ തലയിലേക്ക് ആരട്ടു? അച്ഛനെ അങ്ങോട്ട് കൊടുത്തു. പക്ഷെ നാഭാഗം കണക്കാക്കിയത് എന്താ? ഭാഗ്യം, അച്ഛനെ മുറിച്ചില്ലല്ലോ, കിട്ടിയല്ലോ, അച്ഛനെ കിട്ടിയല്ലോ എന്ന് കരുതി അദ്ദേഹം അച്ഛനെയും കൊണ്ട് പോവുകയാണ്. അച്ഛൻ പറഞ്ഞു, നിന്നെ സഹോദരന്മാർ പറ്റിക്കേണ്ടായത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നിയില്ല. സ്വത്ത് കിട്ടലല്ലോ പ്രധാനം, സ്നേഹമാണ് പ്രധാനം. അതല്ല സ്വത്താണ് പ്രധാനം എന്നൊക്കെ ചിലപ്പം ചെറുപ്രായത്തിൽ ആരോഗ്യമൊക്കെ ഉള്ളപ്പോൾ തോന്നിയേക്കാം. പക്ഷെ പ്രായമാകുമ്പം ഒട്ടുമിക്ക ആളുകളും തുറന്നു തന്നെ പറയാറുണ്ട്, എന്ത് ഇപ്പോഴാട്ടോ മനസ്സിലായത്, എന്തൊക്കെ ഉണ്ടായിട്ടെന്താ, ആൾക്കാൾ വേണ്ടേ, സ്നേഹമുള്ള ആൾ വേണ്ടേ എന്നൊക്കെ. എത്രയോ ഇപ്പം ഈ ഒരു ഫീൽഡായതുകൊണ്ട് നമ്മൾ കുറേ കേൾക്കും ഇത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കേട്ടോളന്നില്ല, ധാരാളം കേൾക്കാം. അതാണല്ലോ മുഖ്യം. അദ്ദേഹം പറഞ്ഞു, സ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അച്ഛനെ കിട്ടിയല്ലോ, അത് മതി, സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ കാട്ടിലേക്ക് പോയിക്കോളൂ. ഇടയ്ക്ക് ബ്രാഹ്മണരൊക്കെ വന്ന് യാഗം ചെയ്യാറുണ്ട്. യാഗം ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം കൊണ്ടുപോകുന്നില്ല, കുറച്ചൊക്കെ കൊണ്ടുപോകും, ബാക്കി അവിടെ ഉണ്ടാവും. ആ സംഭാരങ്ങളൊക്കെ എടുത്താൽ നമുക്ക് ഇനിയുള്ള കാലം സുഖമായിട്ടിരുന്നൂടെ? ശരി. അത് കേട്ട് അദ്ദേഹം കാട്ടിൽ പോയി. അവിടെ അങ്ങനെ ഇരുന്നപ്പം ബ്രാഹ്മണർ വന്നു, യാഗം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്തേണ്ടായി? അവർക്ക് മന്ത്രം കിട്ടുന്നില്ല. നല്ലോണം അറിയണതാണെങ്കിൽ ഇടയ്ക്കൊക്കെ എന്ത് പറ്റും? ഇടയ്ക്ക് നമ്മുടെ ഏകാഗ്രത ഒന്ന് പോയാൽ ചിലപ്പം സ്ഥിരം ചൊല്ലണതാവും. എന്നാൽ ആ സമയമാകുമ്പോൾ അങ്ങോട്ട് ഇന്നലെ ചൊല്ലിയതല്ല, ഇന്ന് രാവിലെയും കൂടി ചൊല്ലി, പക്ഷെ കിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് കിട്ടാണ്ടാവോ പറഞ്ഞാൽ കുറേ പേരുണ്ടേ, അവർക്കൊന്നും അങ്ങോട്ട് ആ മന്ത്രം തോന്നണില്ല. അവർ പരസ്പരം തോന്നുമോ, തനിക്ക് തോന്നുമോ, വോ ഇല്ലേ വോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരാൾക്കും അങ്ങോട്ട് തോന്നണില്ല. അങ്ങനെ ഇരിക്കുമ്പം അദ്ദേഹത്തിന് പറയണമെന്നുണ്ട്, അദ്ദേഹത്തിന് മന്ത്രം നിശ്ചയുണ്ട്. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണർ എന്താ വിചാരിക്കുക?
ഇടയ്ക്ക് വന്ന് പറഞ്ഞു എന്നൊക്കെ വിചാരിക്കുമോ എന്നൊക്കെ കരുതി ഇദ്ദേഹം വിനയത്തോടു കൂടി അടുത്ത് വന്ന്, അല്ലയോ ബ്രാഹ്മണരെ, ഈ മന്ത്രമല്ലേ എന്നുള്ള മട്ടിൽ വിനയത്തോടെ അങ്ങോട്ട് ചോദിച്ചപ്പം ബ്രാഹ്മണർക്കും സന്തോഷമായി. ഇയാളുടെ ഈ ഒരു സമ്പ്രദായം കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായി. ബാക്കിയുള്ള സംഭാരങ്ങൾ ആരെടുത്തില്ല, ബ്രാഹ്മണരെ എടുത്തില്ല, താഴത്തോളിട്ടോ എന്നും പറഞ്ഞ് അവരാ യാഗം പൂർണ്ണമാക്കി പോയി. അതെടുക്കാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് അവിടെ ഒരു രൂപം. തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. എൻ്റെയാണത് എന്ന് പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, എടുത്തു പോന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സജ്ജനങ്ങൾ ബ്രാഹ്മണനും പറഞ്ഞല്ലോ. എന്നിട്ടിപ്പോൾ അത് അങ്ങയുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ചോദിച്ചു. അച്ഛൻ പറഞ്ഞാൽ ശരിയാവുമോ? എന്നാൽ താൻ അച്ഛനോട് തന്നെ പോയി ചോദിക്കൂ. അത് കേട്ടപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ പറഞ്ഞതൊക്കെ ഉണ്ടായതൊക്കെ പറഞ്ഞു, അവിടെ ഒരു രൂപം കണ്ടു എന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എങ്ങനെയാണ് രൂപം? കാണാൻ എങ്ങനെയാണ് ചോദിച്ചാൽ വെള്ളി നിറത്തില്ല. പിന്നെയോ, പിന്നെ മുടിയെല്ലാം കൂടി ഒതുക്കി വെച്ചത് സ്ലൈഡൊന്നുമല്ല. പിന്നെയോ ചന്ദ്രക്കലയാണ്. നെറ്റിയിൽ പൊട്ടാന്ന് ആദ്യം കരുതിയത്. നല്ലോണം സൂം ചെയ്തപ്പോൾ മനസ്സിലായി എന്ത്, അത് പൊട്ടല്ല, കണ്ണ. കഴുത്തിൽ നെക്ലേസൊന്നുമല്ല, പാമ്പാണ്. ഉടുത്തത് പുലിത്തോലോ ആനത്തോലോ അങ്ങനെ എന്തോ ആണ് ഉടുത്തത്. കയ്യിൽ ശൂലമുണ്ട്. ഇത്രയൊക്കെ കേട്ടപ്പോൾ അച്ഛനെന്ത് മനസ്സിലായി? ഹര ഹര മഹാദേവ. സാധാരണക്കാർക്ക് ദർശനം പോലും കൊടുക്കാറില്ല. അങ്ങനെയുള്ള മഹാദേവൻ ഇയാളുടെ ഈ നിഷ്കളങ്ക മനസ്സ് കണ്ടപ്പോൾ ഒന്ന് പോയി കാണാം, അനുഗ്രഹിക്കാമെന്ന് കരുതി വന്നതാണ്. ഭക്തന്മാരെ കണ്ടാൽ ആര് വരും? കുറച്ച് ദിവസങ്ങളുടെ അടുത്തേക്ക് പോയില്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ അവിടെ ഗുരുവായൂർ അമ്പലം ഉണ്ടായത് തന്നെ. മമ്മിയൂരപ്പൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഭക്തന്മാരെ വലിയ ഇഷ്ടമാണ്. നാമം ജപിക്കുന്നവരെ കണ്ട അടുത്ത് പോയിട്ട് അവർ നമസ്കരിക്കും, അവരുടെ കൂടെ അങ്ങനെ സമയം ചെലവഴിക്കാൻ വലിയ മോഹമാണ്. നിൻ്റെ നിഷ്കളങ്ക മനസ്സ് കണ്ടിട്ടാണോ ദർശനം തന്നത്? എനിക്ക് തന്നെ ദർശനം തന്നിട്ടില്ല. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് സത്യ. ഈശാവാസ്യമിതം സർവം. ആർക്കാ എതിർപ്പുള്ളത്? ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ഭഗവാന്റെയാണ്. നമ്മൾ കട്ടുവെച്ചതാ. എന്നിട്ട് അതെടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഭഗവാൻ കട്ടുമെന്നും പറയും. നോക്കണേ, ഗോപികമാരുടെ പരാതിതാ, ഭഗവാൻ കട്ടുന്നു. ഭഗവാന്റെയാണ് മുഴുവൻ. കട്ടതാര? അത് നമ്മൾ പറയണത് ഭഗവാൻ കട്ടുന്നു, ഇത്രയേ ഉള്ളൂ. പോയി പറയുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് തൻ്റെ അല്ല എന്ന് പറയാനായിട്ട് ഇത്രയും കിലോമീറ്റർ നടന്നു. നിഷ്കളങ്ക മനസ്സ് നോക്കും. നമ്മളാ എന്ത് ചെയ്യും? എന്തായാലും കിട്ടില്ല, അയാൾ എടുക്കാണ്ടിരിക്കുക ചെയ്യട്ടെ, ഞാൻ അടുത്ത വണ്ടിക്ക് നാട്ടിൽ പോവുക എന്ന് പറഞ്ഞു പോകില്ലേ? ഇത് എൻ്റെ അല്ല, അങ്ങയുടെ തന്നെയാണ് കേട്ടോ, പറ്റിപ്പോയി എന്ന്, അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് പറയാനായിട്ട് അത്രയും ദൂരം തിരിച്ചു വന്ന് പരമശിവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പരമശിവൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, യത്തേ പിതാവതധർമ്മം ത്വം തു സത്യം പ്രഭാഷസേ. നിൻ്റെ അച്ഛൻ ധർമ്മിഷ്ഠനാ, നീയാണെങ്കിൽ സത്യസന്ധൻ, അങ്ങയല്ലേ വരുള്ളൂ. അച്ഛൻ്റെ ഗുണം മുഴുവനായിട്ട് കിട്ടിയത് നിനക്കാ, മറ്റുള്ള സഹോദരന്മാർക്ക് കിട്ടിയിട്ടില്ല, നിനക്കത് കിട്ടിയിട്ടുണ്ട്, നീ യോഗ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞ പരമശിവൻ്റെ കണ്ണ് നിറയാണ്ടായത്. പരമശിവൻ അനുഗ്രഹിച്ചു. ആ വംശത്തിൽ മറ്റ് സഹോദരന്മാരൊക്കെ ഭാഗിച്ചെടുത്ത് കൊണ്ടുപോയെങ്കിലും പിന്നീട് രാജ്യം ഭരിച്ചത് ആരാ? ഈ നാഭാഗനായിരുന്നു. അതിരിക്കട്ടെ, ഇനി അടുത്ത് നോക്കുക. ഈ നാഭാഗൻ്റെ മകനാണ് ആര്? നാഭാഗാദംബരീഷോഭൂൻ മഹാഭാഗവതകൃതി. ഈ നാഭാഗൻ്റെ മകനാണ് ആര്? പ്രസിദ്ധനായിട്ടുള്ള അംബരീഷൻ. അദ്ദേഹം വലിയ വിഷ്ണുഭക്തനാണ്. അച്ഛൻ ശിവഭക്തൻ, മകൻ വിഷ്ണുഭക്തൻ. വ്യത്യാസമൊന്നുമില്ല. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണോ ഹൃദയം ശിവ. ശിവൻ്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവൻ. അത്രയേ ഉള്ളൂ. ഇനി ശിവനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുക? ഹരശങ്കര ശിവശങ്കര ദുരിതങ്കള ശിവനെ ശിവദാസ്യമോട ഹരിദാസ്യമോടനിശം മമ വളരാൻ വഴി വരണേ. ശിവനോട് പ്രാർത്ഥിക്കണമെന്ത്? ശിവദാസനാക്കണം എന്നല്ല, ഹരിത. ചില അങ്ങനെ ഉണ്ട്, നമ്മൾ വിളിക്കും കേട്ടോ. തിരുമേനി ജനുവരി ആദ്യത്തെ ആഴ്ച ഒഴിവുള്ള വല്ല ആചാര്യന്മാരുടെ നമ്പറും ഉണ്ടോ? നല്ല കഥയെ, നമ്മൾ വെറുതെ ഇരിക്കുക, നമ്മളെ വേണ്ട, വേറെ കൊടുക്കുമോ? ഇതല്ലേ ഇപ്പോൾ ഇവിടെ ശിവനോട് പറയണത്, ശിവദാസനാക്കണ്ട, ഹരിദാസൻ. നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചതാണ്. ഇപ്പം ഇവരൊക്കെ തമ്മിൽ ശത്രുതയാണ്. ഒരുപാട് തൊഴുതിട്ട് മമ്മിയൂരപ്പനെ തൊഴുതില്ലെങ്കിൽ മമ്മിയൂരപ്പൻ എന്താ ഒന്നും വിചാരിക്കില്ല. മമ്മിയൂരപ്പൻ ആ ജാതി പേടിയൊന്നുമില്ല. പക്ഷെ നമ്മളുള്ളിലുള്ള ഭാവം നമ്മൾ ആരോപിച്ച് തെറ്റൊന്നുമില്ല. ആവാം, എല്ലാ ദിക്കിലും തൊഴുതോളൂ, നല്ലത് തന്നെ. ഏതായാലും ആ ശിവഭക്തൻ്റെ മകൻ, നാഭാഗൻ്റെ മകൻ അംബരീഷൻ വലിയ വിഷ്ണുഭക്തനായിരുന്നു എന്നാണ്. നാഭാഗാദംബരീഷോ ഭൂൻ മഹാഭാഗവതകൃതി നാസ്പൃശത് ബ്രഹ്മശാപോപി യം ന പ്രതിഹത ക്വചിത്. ബ്രാഹ്മണശാപം പോലെ ഏറ്റില്ല പരീക്ഷത്തെ എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്തൊന്നും നിവർന്നിരുന്നു. പരീക്ഷത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം എന്താ? പണ്ട് ആ ചത്ത പാമ്പിനെ ഒരു മഹർഷിയുടെ തോളിലിട്ടപ്പോൾ അയാളുടെ ഉണ്ണി ഒന്ന് ശപിച്ചു എന്നാണ്. 7-ാം ദിവസം തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്ന്.
ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തന്നെ മനസ്സിലാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ കഥയുടെ ഇടയ്ക്ക് ഒരാളുടെ കഥ, എന്ത് ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതും ഏത് ബ്രാഹ്മണൻ? ദുർവാസാവ് മഹർഷി. അയാളുടെ ശാപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുണ്ടായി? കഥ കേൾക്കണം. അംബരീഷോ മഹാഭാഗഃ സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി. അംബരീഷൻ വലിയ ഭാഗവതനാണ്. അന്ന് ലോകം മുഴുവൻ ഭരിച്ചത് 7 ദ്വീപുകളടങ്ങിയ ആ വലിയ രാജ്യം ആരാ ഭരിച്ചത്? അംബരീഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ അച്ഛനെ സഹോദരന്മാരെ പറ്റിക്കുകയാണ്. എന്നിട്ട് ഇപ്പം എന്തുണ്ടായി? ചരിത്രം നോക്കൂ. അവഗണിച്ച് മാറ്റി നിർത്തി ഒന്നും കൊടുക്കാണ്ട് ആ പറ്റിച്ച ആൾ അയാളുടെ മകനാണ് പിന്നെ ലോകം മുഴുവൻ ഭരിച്ചത്. എങ്ങനെ സാധിച്ചു? ഭഗവാൻ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം. ഭഗവാൻ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവരെ ആരൊക്കെ ശിക്ഷിച്ചാലും, ഇനി തിരിച്ചാണെങ്കിലും 10-16 ഡോക്ടർമാരുടെ നടുക്കിരുന്നാലും ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചു വെച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സപ്തദ്വീപവതീം മഹീം അവ്യയാം ച ശ്രിയം ലബ്ധ്വാ വിഭവം ചാതുലം ഭുവി. ഇത്രയൊക്കെ സ്വത്തുണ്ടായിട്ടും ഇത്ര വലിയ സമ്പത്തുണ്ടായിട്ടും അദ്ദേഹത്തിന് അതിനോടൊന്നും ഒട്ടും മമതല്ല. ലോഷ്ടവത് സ്മൃതം, മൺകട്ട പോലെ കണ്ടു. എന്താ ഇപ്പോൾ വ്യത്യാസം? അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ എന്താ അത്രമാത്രം അഭിമാനിക്കാനുള്ളത്? ഇതൊക്കെ ആരുടെ? അതൊക്കെ ഭഗവാന്റെ. ഈ ഒരു ഭാവ താനോ ഞാൻ നോക്കി നടത്തണോ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തില്ല? അദ്ദേഹത്തിന് ഒരൊട്ടും അതിനോട് അഭിമാനമില്ല. ഒക്കെ ഭംഗിയിൽ നടക്കണമുണ്ട്, രാജ്യം ഭരിക്കണമുണ്ട്, ഭഗവാനെ ഭജിക്കണമുണ്ട്. നമുക്കുള്ള പാഠമാണ്. നമ്മൾ ഭരണം നോക്കിയാൽ പിന്നെ ഭജനം ഉണ്ടാവില്ല, ഭജനം നോക്കിയാൽ ഭരണം ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. പുറമേക്ക് രാജ്യമൊക്കെ ഭംഗിയിൽ ഭരിക്കുന്നു, ഉള്ളിൽ ഭഗവാനെ ഭംഗിയിൽ ഭജിക്കുന്നു. പലർക്കുള്ള പരാതിയാണ്. പലരും ഭജിക്കാത്തതിൻ്റെ ഒരു കാരണം തന്നെ ഇനിയിപ്പം സപ്താഹം ഇങ്ങനെ കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരും നോക്കാൻ പറ്റാണ്ട് പോകുമോ? ഭർത്താവിനോടുള്ള സ്നേഹം കുറയും, അല്ലെങ്കിൽ ഭാര്യയോടുള്ള സ്നേഹം കുറയും, മക്കളെ നോക്കാണ്ട് ജോലി ഉപേക്ഷിച്ച് ഒന്നുമില്ല. അങ്ങനെ വെച്ചാൽ പിന്നെ നമ്മളൊക്കെ എന്നോ അതൊന്നുമില്ല. ഒക്കെ ഒന്നും കൂടി ഭംഗിയിൽ നടക്കും, അത്രയേ ഉള്ളൂ. ഒന്നും നഷ്ടപ്പെടില്ല. ഒന്നും കൂടി ഭംഗിയിലെല്ലാം വൃത്തിയിൽ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു പാഠമാണ്, ഉദാഹരണമാണ് ആര്? അംബരീഷൻ. സവൈ മനകൃഷ്ണപദാരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരൗഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ. സവൈ മനകൃഷ്ണപദാരവിന്ദയോ. അയാളുടെ മനസ്സെപ്പോഴും ഭഗവാന്റെ പാദത്തിലാണ്. കണ്ണെപ്പോഴും ഭഗവത് സംബന്ധമായിട്ടുള്ള കാര്യമുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. ആ ചിന്തയാണ്. എന്ത് കണ്ടാലും അത് ഭഗവാനിലേക്ക് ചേർക്കും. ഒരു മഞ്ഞ പൂവ് കണ്ടാൽ ഭഗവാന്റെ മഞ്ഞപ്പട്ട് ഇങ്ങനെയല്ലേ? കാക്കൈ ചിറകിനിലേ നന്ദലാല. ഭാരതിയാർ പാടിയതാ. കാക്കയെ കണ്ടപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത് ആര്യാ? അയാൾക്ക് ഭഗവാനെ ഓർമ്മ വന്നത്. ഭഗവാന്റെ നിറം. നമുക്ക് കാക്കയെ കാണുമ്പോൾ എന്താ ഓർമ്മ വരിക? കാക്കയെ നമ്മൾ പറയും. അതാ വ്യത്യാസം. ഭക്തന്മാരെ സംബന്ധിച്ച് എന്ത് കാണുമ്പോഴും അത് ഭഗവാനിലേക്ക് ചേർന്നും കൊണ്ടുവന്നു. ഇങ്ങനെ സവൈ മനകൃഷ്ണപദ അരവിന്ദയോ വചാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ കരൗഹരേർമന്ദിരമാർജനാദിഷു. അമ്പലത്തിലെ മാറാല 8 കാലി വലിയൊക്കെ ഉണ്ടാവുമല്ലോ, അദ്ദേഹം തട്ട വലിയ രാജാവ്. അവിടെയുള്ള സേവകന്മാർ പറയും, എങ്ങനെ ചെയ്യണം? ഞങ്ങളിവിടെ അല്ലേ എത്ര പണിക്കാരുണ്ട്, ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ലേ ചോദിച്ചാൽ അദ്ദേഹം ചോദിക്കുക, ഈ അമ്പലം അടിച്ചു വാരി കിട്ടണ പുണ്യം എന്താ രാജാവിനായിക്കൂടെ? അതെന്താ രാജാവിന് പറ്റില്ല എന്നുണ്ടോ? ഇങ്ങനെയൊരു വർത്തമാനം. ഇങ്ങനെ ഭഗവാനെ സേവിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹം. മുകുന്ദലിംഗാലയ ദർശനേ ദൃശവൂ. സമയമില്ല പറഞ്ഞാൽ നമുക്കുള്ള പാടാ. മുകുന്ദലിംഗാലയ ദർശനേ ദൃശവൂ. അമ്പലങ്ങളൊക്കെ അദ്ദേഹം പോയി കാണും, നമസ്കരിക്കും, തൊഴും. അമ്പലത്തിൽ തൊഴുക മാത്രമല്ല, തദ്ഭൃത്യഗാത്ര സ്പർശേ അംഗസംഗമം. ചിലരുടെ അമ്പലത്തിലൊക്കെ പോവും. ഭക്തന്മാരൊന്നും വലിയ ഈശ്വര കഥകളൊന്നും കേൾക്കാതിരിക്കില്ല, കഥ പറയുന്നവരോടൊന്നും വലിയ താല്പര്യമില്ല. അതങ്ങനെയല്ല, ഭക്തന്മാരെ വലിയ താല്പര്യമാണ്. ഭഗവാനെ നിവേദിക്കാണ്ട് ഒന്നും ഭക്ഷിക്കില്ല. ശ്രീമത് തുളസ്യാരസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശപദാഭിവന്ദനേ കാമം ച ദാസ്യേന തു കാമകാമ്യയാ യഥോത്തമശ്ലോകജനാശ്രയാരതി. ഇങ്ങനെ ചെയ്യണ കർമ്മം മുഴുവൻ ഈശ്വരാർപ്പണമായിട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ വൈകുണ്ഠത്ത് നിന്ന് ഭഗവാൻ നല്ലോണം ആരെ നോക്കി? അദ്ദേഹം ഇങ്ങനെ നോക്കി. സുദർശനം. എന്താണ്? ഭഗവാൻ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കും. എന്തി വലിഞ്ഞിങ്ങനെ ഗുരുവായൂർ പോയിട്ട് അങ്ങനെ ഓക്കെ ഇങ്ങോട്ട് കാണുന്നുണ്ടോയെന്ന് അറിയണ്ടേ? അംബരീഷിൻ്റെ ഭഗവാൻ നല്ലോണം അങ്ങനെ നോക്കി. സുദർശനം ആർക്ക് കൊടുത്തു? അംബരീഷിന് കൊടുത്തു. അദ്ദേഹത്തിന് തന്നെ നല്ലോണം ഒന്ന് ഭജിക്കണമെന്ന് മോഹമുണ്ട്.
അങ്ങനെയാണെങ്കിൽ പിന്നെ ഭരണം ആരേറ്റെടുക്കാം? ഞാനങ്ങോട്ട് ചെയ്യാം. ചക്രത്തെ ഏൽപ്പിച്ചു. സുദർശന ചക്രം ഇപ്പം എവിടെ എത്തി? അംബരീഷിൻ്റെ അടുത്താണ്. വേഷം ഒന്ന് മാറ്റി ഒരു ബ്രാഹ്മണ വേഷത്തിൽ അവിടെ അങ്ങനെ കൂടി കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അയാളുടെ ബുദ്ധി സാമർഥ്യമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയാൽ അംബരീഷൻ. സംഗതി ചക്രാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. നല്ലൊരു മന്ത്രി ഉണ്ടെങ്കിൽ രാജാവിന് വല്ല പണിയുണ്ടോ? ഉണ്ടോ? നല്ല മന്ത്രി അടിച്ചാൽ രാജാവിൻ്റെ പേരനെ പിന്നെ കേൾക്കില്ല, ഒക്കെ ആരായിക്കോളും, ഒക്കെ മന്ത്രി ആയിക്കോളും. പക്ഷെ നല്ല മന്ത്രി ആവണം. ഇത് സുദർശനം മന്ത്രിയായിട്ട് ഒപ്പമുള്ളത് കൊണ്ട് അംബരീഷിൻ്റെ പണിയൊന്നുമില്ല. അദ്ദേഹത്തിന് തോന്നി ഐശ്വര്യം ജീവിതത്തിൽ ധാരാളം ഉണ്ടാവുന്നുണ്ട്. എന്താ വേണ്ടു? അഹങ്കരിക്കുക, അല്ലാതെ എന്താ വേണ്ടു? അല്ല, ഭഗവാന് സമർപ്പിക്കുക. അതാണ് കേമത്വം കൂടുന്നുണ്ട്, സംശയം തോന്നിയ ഉടനെ എന്ത് ചെയ്യണം? വിനയം ഉണ്ടാവണം, ഭഗവാന് സമർപ്പിക്കുക. അതാണ് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, എന്നാൽ ഒരു ദ്വാദശി വ്രതം ആയാലെന്താ ചിന്ത? രാജ്യം ഇവിടെ സുദർശനം നോക്കിക്കോളൂ, ബ്രാഹ്മണൻ നോക്കിക്കോളൂല്ലോ. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതം. തൻ്റെ പത്നിയോടും ചോദിച്ചു, ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു പത്നി? നമ്മളാച്ചെന്താ പറയുക? ഓരോണ്ട് ആവശ്യമില്ലാത്ത ഓരോ കാര്യം. മഹിഷ്യാ തുല്യശീലയാ. എന്തോ ഭാഗ്യം, ഇയാളുടെ സുഹൃതം. തുല്യശീലയാ, ഇതേ സ്വഭാവം, ഇതേ ഭാവമാണ് ആർക്കും ഭാര്യയ്ക്കും. അത്രയ്ക്കും പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജോഡിയായിട്ടൊക്കെ വന്ന് ഭാഗവതം കേൾക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഭർത്താവിന് മോഹം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഇത് താല്പര്യമില്ല, ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഭർത്താവിന് അങ്ങനെ ഉണ്ടാവുക സ്വതവേ. പക്ഷെ അത്രയ്ക്കും ഭഗവാന്റെ കാരുണ്യമുള്ളവർക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാനും ഭജിക്കാനും സാധിക്കും. മഹിഷ്യാ തുല്യശീലയാ. അദ്ദേഹം അങ്ങനെ പുറപ്പെട്ടു. ഭാര്യയും കൂടെ ചെന്നു. സാളഗ്രാമ പൂജ, ഭഗവാൻ അഭിഷേകം, തുളസിയൊക്കെ നേരെയാക്കി കൊടുക്കുന്നത് ഭാര്യയാണ്. തനിക്ക് പറ്റുന്ന കാര്യം ചെയ്യുക. ചന്ദനം അരച്ച് കൊടുക്കുക, മാല കെട്ടി കൊടുക്കുക. ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. 1 കൊല്ലക്കാലം നീണ്ടു നിൽക്കണ വ്രതം. ഒന്നും കഴിച്ചിട്ടില്ല. ഇനി അവസാനം പാരണ ചെയ്യുക, വ്രതാന്ത ഭോജനം. അതോടുകൂടി വ്രതം പൂർത്തിയാവുകയാണ്. ഒരു നിഷ്ഠയോടുകൂടിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് സമയത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ചിലർക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, ഒരു നിഷ്ഠയോടുകൂടി ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ട്, അതൊക്കെ കൃത്യം അങ്ങനെ തന്നെ വേണം എന്നുള്ള അപ്പോഴൊക്കെയാണ് ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുക. അംബരീഷൻ അങ്ങനെയുള്ള കൂട്ടത്തിലാണ്. സമയത്തെന്ന് പറഞ്ഞാൽ മുഹൂർത്തം, അത് സമയത്ത് തന്നെ വേണം. വ്രതാന്ത ഭോജനം ആ സമയത്ത് തന്നെ വേണം എന്നുള്ള വിചാരമുണ്ട്. അപ്പോൾ അവസാനത്തിൽ ബ്രാഹ്മണ ഭോജനമുണ്ട്. പല ബ്രാഹ്മണരും വന്നു, അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ കഴിക്കാനായിട്ട് പുറപ്പെടുകയാണ്. സമയം നോക്കി കഴിക്കാനായിട്ട് പുറപ്പെടുമ്പോഴാണ് ആര് വരുന്നത്? സാക്ഷാൽ ദുർവാസാ ഭഗവാൻ അഭൂത്. സാക്ഷാൽ ദുർവാസാവ് മഹർഷി അങ്ങോട്ട് കയറി വന്നു. എന്ത് വിചാരിച്ചു ഈ ഭക്തൻ? എൻ്റെ ഈ വ്രതം ഭഗവാൻ ഏറ്റെടുത്തു. കാരണം ആരാ വരുന്നത്? ഭഗവാൻ ദുർവാസ. വെറും ദുർവാസാവല്ല, ഭഗവാനായിട്ട് കണക്കാക്കി. മഹാബ്രാഹ്മണൻ ഇങ്ങോട്ട് എഴുന്നള്ളി വരിക പറഞ്ഞ ഭാഗ്യമല്ലേ ഇത് എന്ന് കണക്കാക്കി. അല്ലയോ മഹാത്മാവേ, വേഗം വരൂട്ടോ, സമയമായി തുടങ്ങി പാരണയ്ക്കുള്ള. അതുകൊണ്ട് അങ്ങ് പോയി വേഗം ഒന്ന് കാലും മുഖമൊക്കെ ഒന്ന് കഴുകി വന്നിരിക്കട്ടോ. അങ്ങേക്ക് തന്നിട്ടാവാം കഴിക്കുക. കാരണം അതിഥി വന്ന് കൊടുക്കാണ്ട കഴിച്ചാൽ മോശമല്ലേ. അപ്പോൾ അങ്ങേക്ക് തന്നിട്ടാവാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇയാളാരാ എന്നെ കൽപ്പിക്കുക, വേഗം കാലഴുകി വരാം എന്നോടെ. ദീർഘയാത്ര കഴിഞ്ഞ് വരിക, കുളിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ എങ്ങോട്ട് പോയി? കുളിക്കാനായിട്ട് പോയി. ഞാൻ കുളിച്ച് വരണ്ടേ? അവിടെ ഇരുന്ന് ബൃഹത് ധ്യായൻ, അവിടെ നിന്ന് ധ്യാനിച്ചിരിക്കുകയാണ്. ഇവിടെ സമയം അങ്ങനെ പോവുകയാണ്. ആകെ പരിഭ്രമം. ആർക്ക്? ഈ ഭക്തന്. എന്തു വേണം? ഒരു സങ്കല്പവുമില്ല. ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. അല്ലാണ്ട് സ്വത്ത് കിട്ടാനോ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വ്രതം. ഒന്നും ഉദ്ദേശമില്ല. ഭഗവാൻ സന്തോഷിക്കണം. ഇത് വേണ്ടതുപോലെ ആവില്ലേ? തനിക്ക് ആ പാരണ ചെയ്യേണ്ട സമയത്ത് പറ്റില്ലേ എന്നൊരു പരിഭ്രമം. ഒപ്പമുള്ള പണ്ഡിതന്മാർ പലരും അവിടെ ഉണ്ട്. അവരോടൊന്ന് അഭിപ്രായം ചോദിച്ചു. അല്ല, എന്താ ഇപ്പോൾ ചെയ്യുക? മഹർഷി വരുന്നത് കാണില്ല. കൊടുക്കാണ്ട കഴിച്ചാൽ അതും മോശം, കഴിക്കാണ്ടിരുന്നാലോ വ്രതം വേണ്ടതുപോലെ ആവില്ല. എന്ത് വേണം ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, രാജാവെ, ഇങ്ങനെയൊരു പക്ഷമുണ്ട്. എന്ത്? ലേശം തീർത്ഥെടുത്ത് കുടിച്ചോളൂ. തീർത്ഥം ഭക്ഷണമാണോ ചോദിച്ചാൽ അല്ല. അല്ലേ? ആണ്. ആണോ? അല്ല. അല്ലേ? അപ്പോൾ ആ കൂട്ടത്തിലെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷമുണ്ട്. വേണമെങ്കിൽ ലേശം തീർത്ഥം കൂടെ സേവിച്ചാൽ അതിഥിക്ക് കൊടുക്കാണ്ട കഴിച്ചു എന്നുള്ള പ്രശ്നമില്ലാനും, എന്നാൽ അങ്ങ് കഴിക്കുകയും ചെയ്തു, പാരണ ചെയ്തു എന്നുള്ള കാര്യം വരും. അപ്പോൾ അങ്ങനെ ഒരു പക്ഷമുണ്ട്. അപ്പോൾ അത് അങ്ങ് ചെയ്തോളൂ. പിന്നെ അദ്ദേഹം വന്നാൽ ഞങ്ങൾ പറഞ്ഞതാന്ന് പറയണ്ട. ആ പേടിയുണ്ടേ. ആരാത് പറഞ്ഞത് ശപിക്കും ചിലപ്പോൾ. ഇത് കേട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നിയൊരു പണ്ഡിതന്മാർ പറഞ്ഞതല്ലേ, ഭക്തന്മാർ പറഞ്ഞതല്ലേ, ശരി, അത് പ്രമാണമായിട്ട് എടുത്തു. പുസ്തകത്തിൽ തന്നെ കാണുന്ന നിർബന്ധം, വാശിയൊന്നും പിടിക്കരുത്. മഹാത്മാക്കൾ പറഞ്ഞതും പ്രമാണം തന്നെയാണ്. അദ്ദേഹം ലേശം തീർത്ഥെടുത്ത് അങ്ങോട്ട് കുടിച്ചു. കൈ കഴുകാനായിട്ട് പോയി. തീർത്ഥം കുടിച്ച് കൈ കഴുകുക. മഹർഷി കുളി കഴിഞ്ഞ് വരുമ്പം കാണുന്ന കാഴ്ച എന്താ? അദ്ദേഹം കൈ കഴുകണതേ കണ്ടുള്ളൂ. മസാല ദോശ കഴിച്ച് കൈ കഴുകുക വിചാരിച്ചു. അത് രാജാവിൻ്റെ കുറ്റാണോ? മഹർഷി അങ്ങനെ വിചാരിച്ചു. ദേഷ്യം അങ്ങോട്ട് വന്നു. ജടാമുടി എടുത്ത് നിലത്തങ്ങോട്ട് അടിച്ചു. താൻ എന്നെ എച്ചിൽ തീറ്റിക്കാനായിട്ട് ക്ഷണിച്ചതാടോ എന്നും പറഞ്ഞ്, ഇതിൻ്റെ ഫലം താൻ കണ്ടോളൂ എന്നും പറഞ്ഞ്
ആ മുടി നിലത്തങ്ങോട്ട് അടിച്ചപ്പോൾ അതിൽ നിന്നൊരു കൃത്യ ആരുടെ നേരെ പുറപ്പെട്ടു? അംബരീഷിൻ്റെ നേരെ പുറപ്പെട്ടു. ക്യാമറ അംബരീഷനിലേക്ക്. എന്താ ഉണ്ടാവുക? അംബരീഷൻ പേടിച്ചോടിയോ? പുഞ്ചിരിച്ചും കൊണ്ട് തൊഴുതങ്ങനെ നിൽക്കുകയാണ്. ഒരു കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതത്തിൻ്റെ ഫലം തൻ്റെ അന്ത്യമാണെങ്കിൽ അത് ആ മഹാപ്രഭുവിൻ്റെ സങ്കല്പം നടക്കട്ടെ. അത് നടക്കട്ടെ, അതാണ് സങ്കല്പം വെച്ചാൽ അങ്ങനെ ആവട്ടെ. എന്നാ ചചാല പദാൻ നൃപാ. പരീക്ഷത്തെ ഞാൻ ആ കാലം അങ്ങനെ നോക്കി, ഒന്ന് പിന്നോട്ട് അവിടെ അങ്ങനെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതാണ് ഭക്തി. എന്തിനു പേടിക്കണം? ഭഗവാനെ സമർപ്പിച്ചു, എന്നാൽ ഭഗവാൻ നോക്കട്ടെ. ഇതാണ് നമ്മൾ തലയിൽ വെച്ച് നടക്കുമ്പോഴേ ബുദ്ധിമുട്ടേ. ട്രെയിനിൽ കയറി പെട്ടിയുണ്ട് കയ്യിൽ, വിവരമുള്ളവൻ എന്ത് ചെയ്യും? കയറിയ ഉടനെ പെട്ടി താഴ്ത്തു വയ്ക്കും. എന്തായാലും നമ്മളെയും കൊണ്ടുപോകുന്നുണ്ട്, പെട്ടിയും കൊണ്ടുപോകുന്നുണ്ട് വണ്ടി. പിന്നെ വെറുതെ ചിലർ വിടില്ല, തലയിൽ വയ്ക്കും. ഇവരിലൊരു പറഞ്ഞാലും ഒരു വിടില്ല, താഴത്ത് വെച്ചോളൂ, വെറുതെ ക്ഷീണിക്കണ്ട, എൻ്റെ പെട്ടി താൻ അഭിപ്രായം പറയണ്ട. ഇത് പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാ ചചാല പദാൻ നൃപാ. ഭഗവാന്റെ സങ്കല്പം നടക്കട്ടെ. തൊഴുതങ്ങോട്ട് നിന്നു. അപ്പോഴേക്ക് ആര് വരുന്നുണ്ട്? ആ ബ്രാഹ്മണൻ അങ്ങനെ ഓടി വരുന്നുണ്ട്. സുദർശന ചക്രാണേ. അടുത്തെത്തിയപ്പോഴേക്കും കണ്ണങ്ങനെ ചുകക്കനുണ്ട്. രൂപം കെട്ട് മാറി, ചക്രമായിട്ട് മാറി. കൃത്യം അങ്ങോട്ട് നശിപ്പിച്ചു. തീർന്നു ഇല്ല. അവിടുന്ന് വട്ടം കറങ്ങി നേരെ ഈ കൃത്യം ആരാ പറഞ്ഞയച്ചത് നോക്കി നേരെ ആരുടെ അടുത്തേക്ക് പുറപ്പെട്ടു? ദുർവാസ മഹർഷിയുടെ നേരെ അങ്ങോട്ട് പുറപ്പെട്ടു. മഹർഷി എന്ത് വിചാരിച്ചു? തൻ്റെ ഇത്രയും കാലത്ത് തപസ്സിൻ്റെ ഫലം തൻ്റെ വിചാരിച്ചു? ഏയ്, അദ്ദേഹം മുണ്ട് മടക്കുത്തിയൊരു ഒറ്റ ഓട്ടമാണ്. ഇതാണ് അത്ഭുതം. പറയുമ്പോൾ രൂപം നോക്കിയാൽ ദുർവാസ മഹർഷി അംബരീഷനും 2 ഫോട്ടോ എടുത്ത് വെച്ച് നോക്കൂ. ദുർവാസ മഹർഷി വൽക്കലം, മരവുരിയ. അംബരീഷൻ പട്ടുപീതാംബരം. ദുർവാസ മഹർഷി ജടാമകൂട്ടം. മറ്റാളോ രത്നകിരീടം. ദുർവാസ മഹർഷിയുടെ കഴുത്തിൽ രുദ്രാക്ഷമാല, അംബരീഷൻ്റെ കഴുത്തിൽ സ്വർണ്ണമാല, രത്നമാല. ദുർവാസ മഹർഷി രാജയോഗി, അംബരീഷൻ രാജഭോഗി. പക്ഷെ ആവശ്യം വന്നപ്പം വിവരം ഉണ്ടായത് ആർക്കാ? അത് അംബരീഷനാ. നൂനം ഭഗവതോമായ യോഗിനാമപി മോഹിനി. എന്താ വ്യത്യാസം ചോദിച്ചാൽ, ദുർവാസ മഹർഷി ധ്യാനിക്കാറെന്താ? സോഹം സോഹം, ഞാൻ ഈശ്വരൻ, ഞാനീ ദേഹമല്ല, സോഹം. അംബരീഷൻ അതിൻ്റെ അപ്പുറത്ത് ദാ ചേർക്കും. ഇത്രയും വ്യത്യാസമുള്ളൂ. ദാസോഹം ദാസോഹം, ഞാൻ ഭഗവാന്റെ പണിക്കാരൻ. പറഞ്ഞു നോക്കൂ, ഞാൻ ഭഗവാന്റെ. ആ പറയാനുള്ള മടി വരുമ്പോഴാണ് പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ ഭഗവാൻ എന്ന് പറയുമ്പോഴാണ് ഈ കുഴപ്പം. ഞാൻ ഭഗവാന്റെ ദാസൻ എന്നിങ്ങനെ പറയുക കുറച്ച് കാലം. കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യും? ആ ദാ അങ്ങോട്ട് പോക്കിക്കോളും. നമ്മളായിട്ട് പോക്കാൻ നോക്കണ്ട, അത്രയേ ഉള്ളൂ. ഇപ്പം സമയം വന്നപ്പോൾ ഞാൻ ദേഹമല്ല എന്നുള്ള വിചാരം അത് ആർക്കുണ്ടായി? അത് അംബരീഷനാണ് ഉണ്ടായത്. ദുർവാസ മഹർഷി ഓടി, പിന്നാലെ ആരും പോയി? ചക്രവും പോയി. ചക്രത്തിനെ ദ്രോഹിക്കണം എന്നുള്ള വിചാരമല്ലേ കേട്ടോ. അങ്ങനെ കാണിച്ചപ്പോൾ ദഹിപ്പിച്ചൂടെ? ചെയ്തില്ല. ചക്രത്തിന് ഒന്നേ വേണ്ടു, ദുർവാസ മഹർഷി ഈ ഹരിഭക്തൻ്റെ കാൽക്കൽ വീഴണം. ആ വാശി ആർക്കുള്ളൂ? ചക്രത്തിനുള്ളൂ. പിന്നാലെ പോയി ദേഹം കുറച്ചു നേരം വെള്ളത്തിലാണ്ട് നിന്നു. പുറത്തിങ്ങനെ നിൽക്കും. പൊന്തിയ കഴിഞ്ഞു കഥ. ഇനി ഗുഹയിൽ പോയി ഒളിച്ചാൽ പുറത്ത് നിൽക്കും, തിരക്കൊന്നുമില്ല. എപ്പോഴെങ്കിലും പുറത്തേക്ക് വരുമല്ലോ, തിരക്കില്ല. ഇങ്ങനെ പുറത്ത് നിൽക്കുകയായി. എവിടെ പോയിട്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഹ്മാവ് വാതിലടച്ചു. ശിവഭഗവാന്റെ അടുത്തേക്ക് പോയി. ശിവഭഗവാൻ പറഞ്ഞു, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്, ചക്രത്തിൻ്റെ കേസിലൊന്നും ഞാൻ ഇടപെടില്ല, അത് വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പോയിക്കോളൂ. ആഹാ അച്യുതാനന്ദ സതീപ്സിത പ്രഭോ. പിന്നെ ചെന്നു. അച്യുതാനന്ദ ഗോവിന്ദ എന്നൊക്കെ ജപിച്ച് ചെന്നു. വിഷ്ണു ഭഗവാൻ ചോദിച്ചു, എന്താ പതിവില്ലാണ്ട് നാമാവലിയൊക്കെ പാടിക്കൊണ്ട്? സാധാരണ അങ്ങോട്ട് അങ്ങനെ പോകാറില്ല. ഒന്നും പറയണ്ട, അങ്ങയുടെ ചക്ര എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ പറയരുത്. ചക്ര അങ്ങനെ എല്ലാവരുടെയും പിന്നാലെ പോകാറില്ല. എന്തോ ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടായ സംഗതി പറഞ്ഞു, കഷ്ടം തന്നെ. ആ ഭക്തൻ്റെ അടുത്തേക്ക് അവിടെ പോയിട്ട് അങ്ങോട്ട് പാര വെച്ച് പോരല്ലേ ഉണ്ടായത്. എത്ര കഷ്ടം അത്. ഇനി ആ കാര്യത്തിൽ എന്നോട് ഇടപെടാൻ പറയണ്ട, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചക്രം പണ്ട് എൻ്റെ ആയിരുന്നു, ഇപ്പം എൻ്റെ അല്ല. ഞാൻ ചക്രം ആർക്ക് കൊടുത്തു? ഞാൻ അംബരീഷിന് കൊടുത്തു. കൊടുത്താൽ പിന്നെ അതിൽ അധികാരം നമ്മൾ കൊടുത്താലും. ഇത് ഞാൻ അന്ന് 2016 തന്ന സാരിയല്ലേ. എന്തൊരു കഷ്ടം. കൊടുത്ത കാര്യമാണ്, എന്നാലും വിടില്ല. ഞാൻ തന്ന പെണ്ണെങ്ങനെ ഉണ്ട്? ഇപ്പോഴും എഴുതുന്നുണ്ടോ? കൊടുത്ത പിന്നെ കൊടുത്തു. ഭഗവാൻ അങ്ങനെ കൊടുത്താൽ കൊടുത്തു, പിന്നെ അയാളുടെയാണ്. അതിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാറില്ല, ഇടപെടാറില്ല. ഞാൻ ചക്രം അംബരീഷിന് കൊടുത്തു, ഇപ്പം അംബരീഷൻ്റെയാണ്. ഇനി ചക്രം മാത്രമല്ല കേട്ടോ, ഞാൻ എന്നെ തന്നെ അഹം ഭക്തപരാധീന, ഞാൻ ഭക്തൻ്റെയാണ്. എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. അതാത്രേ പാണ്ഡുരംഗൻ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു പ്രതിഷ്ഠ അങ്ങനെ ഉണ്ട്. ഒരു ഭക്തൻ പറഞ്ഞു, എന്താ ചോദിച്ചാലേ അത് തന്നെ എടുത്തു കൊടുക്കാനാ. ആർക്ക്? അതിലും വലുതൊന്നുമില്ലല്ലോ. അപ്പോൾ ഭക്തൻ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറ്റുമില്ല, യുക്തിയൊന്നും ചോദിക്കണ്ട. ഭഗവാൻ ആത്മാനമപി യച്ഛതി, തന്നെ ഭജിക്കുന്നവർക്ക് ഭഗവാൻ
സ്വത്ത് വേണമെന്നുള്ളവർ സ്വത്ത് കൊടുക്കും, ഒന്നും വേണ്ട പറയണവർക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കും. ഇതാണ് ഭഗവാന്റെ രീതി. വിവരമില്ലാത്തവർ ഭഗവാൻ ഒഴിച്ച് ബാക്കിയൊക്കെ ചോദിക്കും, വിവരമുള്ളവരൊന്നും ചോദിക്കില്ല, ഭഗവാനെ തന്നെ കിട്ടും. അതാണ്. ഈ ഭക്തൻ ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് കൊടുത്തതാ. സാധുഭിർഗ്രസ്ത ഹൃദയ, എൻ്റെ ഹൃദയത്തെ ആ സജ്ജനങ്ങൾ വിഴുങ്ങി. ആ ഭക്തൻ എൻ്റെ ഹൃദയത്തെ അകത്താക്കി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ചുകൊണ്ട് കാര്യമില്ല, അങ്ങോട്ട് പോയിക്കോളൂ. വശീകുർവന്തി മാം ഭക്തിയാ സത്സ്ത്രിയ സത്പതിം യഥാ. ഭക്തന്മാരെന്നെ വശീകരിച്ച് വെച്ചതാ. ഏതുപോലെ? പതിവ്രതാരത്നം ഭർത്താവിനെ വശീകരിക്കും പോലെ. എങ്ങനെയാത്? പതിവ്രതകളല്ലെങ്കിൽ അവർ തലയണ മന്ത്രം കൊണ്ട് രാത്രി ഇങ്ങനെ ഒക്കെ പറഞ്ഞ് പിറ്റേ ദിവസം ആളെ സ്വഭാവം അങ്ങോട്ട് മാറും. പക്ഷെ പതിവ്രതകൾ അങ്ങനെയല്ല, ഒന്നും അവർ പറയില്ല. അവർ ഭർത്താവിൻ്റെ സങ്കല്പം അദ്ദേഹത്തിന് സന്തോഷമാണെന്നുള്ള മട്ടിൽ അങ്ങനെ സ്നേഹത്തോടെ കഴിയുമ്പം ഭർത്താവിന് തോന്നുന്നത് അവളുടെ ഇഷ്ടം നടക്കട്ടെ, അവൾക്ക് ഇഡ്ഡലി രാവിലെ വേണം, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അവൾക്ക് എന്നെ ദിക്കിലേക്ക് പോകാൻ വേണ്ട, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അത്രയും അയാൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഇതുപോലെ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ ഒന്നിനും വേണ്ടിയില്ലാണ്ട് ആശ്രയിച്ച് ഇപ്പം ഭഗവാൻ എന്താ, ഭക്തൻ്റെ സങ്കല്പം എന്താ വെച്ചാൽ അതങ്ങോട്ട് നടക്കട്ടെ, അദ്ദേഹത്തിന് വ്രതം അനുഷ്ഠിക്കണോ, അതാവട്ടെ, നല്ല ആഗ്രഹമല്ലേ, മോശമല്ലല്ലോ, ഉപദ്രവിക്കണം എന്നല്ലല്ലോ, ഈ ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് മഹർഷേ, ഒന്നുകൂടി എനിക്ക് അങ്ങയോട് പറയാനുണ്ട്. തപസ്സും വിദ്യയൊക്കെ നല്ല തന്നെയാണ്. ആർക്ക്? വിനയം ഉണ്ടെങ്കിൽ. വിനയമില്ലെങ്കിൽ ഇതൊക്കെ അപകടമായിട്ട് തീരുട്ടോ എന്നാണ്. തപോ വിദ്യാച വിപ്രാണാം നിശ്രേയസകരേ ഉഭൗ എന്നാണ്. ശോഭിക്കണമെങ്കിൽ വിനയം വേണം. കഴിവുള്ളവരൊക്കെ ശോഭിച്ച് കാണാറില്ലല്ലോ, ഉണ്ടോ? ഇല്ല. കഴിവ് അത്രയൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വിനയം ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോളും. അതുകൊണ്ട് വിനയമാണ് കേട്ടോ പ്രധാനം എന്ന് പറയും ചെയ്തു. നമുക്കുള്ള പാടാട്ടോ. ദുർവാസവും മഹർഷിക്ക് അതിൻ്റെ പാഠത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കുള്ള പാഠമാണ്. അദ്ദേഹം ചെന്നു അംബരീഷൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ആര് ശാന്തായി? ചക്രം ശാന്തായി. ചക്രത്തെ അംബരീഷൻ സ്തുതിച്ചു. അംബരീഷനെ കണ്ട് അത്ഭുതപ്പെട്ടു ദുർവാസാവ് മഹർഷി. അദ്ദേഹത്തിൻ്റെ ഭാവം എന്താ? ഒരു കൊല്ലക്കാലം ഒന്നും കഴിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കൊല്ലക്കാലം ഈ ദുർവാസാവ് മഹർഷിയുടെ ഓട്ടണ്ടായി. വല്ലതും കഴിച്ചുവോ? കഴിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? തീർത്ഥം കുടിക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. കാരണം തൻ്റെ ഈ വ്രതം കാരണം ആ മഹാത്മാവിനൊരു ആപത്തെന്ന് പറഞ്ഞാൽ ഭഗവാൻ എനിക്കത് സഹിക്കാൻ പറ്റില്ല, ആ ബ്രാഹ്മണനൊരു ആപത്തുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭക്തനെ കണ്ടപ്പോൾ ആരത്ഭുതപ്പെട്ടു? ദുർവാസാവ് മഹർഷി അത്ഭുതപ്പെട്ടു. ഇങ്ങനെയുണ്ടോ ഒരു ഭക്തി? താൻ അങ്ങോട്ട് കൊല്ലാനാണ് നോക്കിയത്, എന്നിട്ടോ തനിക്കൊരാപത്തും വരരുതെന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ എന്നാണ്. ഞാനിന്ന് മനസ്സിലാക്കി ഭക്തന്മാരുടെ, വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം. കൃതാകസോപി യദ്രാജൻ മംഗളാനി സമീഹസേ. അവരെ ഉപദ്രവിച്ചാൽ പോലും നമ്മൾ നശിക്കണമെന്ന് അവർ വിചാരിക്കില്ല. ഉപദ്രവിക്കുന്നവർക്ക് പോലും നേട്ടം ഉണ്ടാവുക. നമ്മുടെ വിഷ്ണു ഭക്തന്മാരെ ഉപദ്രവിക്കാൻ നല്ലട്ടോ, അതല്ല, അങ്ങനെയല്ല. പക്ഷെ ഉപദ്രവിക്കുന്നവർക്ക് പോലും അവർ നന്മയെ ചെയ്യുള്ളൂ ആണ് വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം. ചന്ദനമരം പോലെയാണ്. ചന്ദനം വെട്ടിക്കഴിഞ്ഞാൽ വെട്ടിട്ടാൽ മഴുന്ന് വാസന ചോക്കൂ, ദുർഗന്ധം ഉണ്ടാവുക. സുഗന്ധം വെട്ടുന്നവന് പോലും സുഗന്ധം കൊടുത്തും കൊണ്ട് വീഴുക. ഇതാണ് ആരുടെ മഹത്വം? വിഷ്ണു ഭക്തന്മാരുടെ മഹത്വമാണ് എന്ന് അദ്ദേഹം അവിടുന്ന് ഊണൊക്കെ കഴിച്ച് അംബരീഷനെ അനുഗ്രഹിച്ച് പിന്നെ സകല ദിക്കിൽ പോയാലും ആദ്യത്തെ 5 മിനിറ്റ് തനിക്ക് പറ്റിയ വിഡ്ഢിത്തം അങ്ങോട്ട് പറയും, എനിക്കിങ്ങനെ ഒന്ന് പറ്റി. അന്ന് ഞാൻ മനസ്സിലാക്കി വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം. അതിനുശേഷം ഇപ്പം ഞാൻ അതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ആ അംബരീഷൻ്റെ മഹത്വം പാടി നടക്കും. ഇങ്ങനെയൊരു ഭക്തി നമുക്കും ഉണ്ടാവട്ടെ, അതിന് പ്രാർത്ഥിക്കാം. അതിന് മള്ളിയൂർ ഹംസവും ഉണ്ണിഗണപതിയും ഭഗവാനും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്മാക്കളെ കാണാൻ സാധിച്ചതും അല്പസമയം ഈശ്വര കഥകൾ പറയാൻ സാധിച്ചതുമൊക്കെ ഭഗവാന്റെ കാരുണ്യമായിട്ട് കണക്കാക്കുകയാണ്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഭഗവാന്റെ പദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.